സെറ്റ് ആക്കുന്നത്. സോ അവരിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആക്ച്വലി നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക്, വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാരെയും കൊണ്ടുവരിക, നമുക്ക് തകർത്ത് അടിപൊളിയായിട്ട് പഠിക്കാം. റെഡി അല്ലേ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സപ്ലിമെന്ററി റീഡിലെ മുഴുവൻ ചാപ്റ്റേഴ്സ് മാത്രമല്ല, പ്രീവിയസ് ഇയേഴ്സിലും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താ ചെയ്യാൻ പോകണം, ഡിസ്കസ് ചെയ്യാൻ പോകണം. എന്ന് വെച്ചാൽ ഈ ഒരു യൂണിറ്റ്, ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് സെറ്റ് ആക്കാൻ പോവാണ്. സോ ഇനി വരാൻ പോകുന്ന നിമിഷങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഈ ഒരൊറ്റ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എന്താക്കാം, മാറ്റി വെക്കാം. ഒരു ലെവലിലാണ് നമ്മൾ ക്ലാസ് സെറ്റ് ആക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ മക്കളെ, എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാളത്തെ ക്ലാസ്സിനെ കുറിച്ചാണ്. നാളെ നമുക്കൊരു മാരത്തോൺ വരാൻ പോകുന്നുണ്ട്, മെഗാ മാരത്തോൺ വരാൻ പോകുന്നുണ്ട്. കൃത്യം 5 മണിക്കാണ് ക്ലാസ് ഉള്ളത്. സോ ആ ക്ലാസ്സിലും മാക്സിമം കുട്ടികളെ എന്ത് ചെയ്യുക, എത്തിക്കുക. നമുക്കത് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് റൈറ്റിംഗ്, എല്ലാ ഏരിയയും നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. സോ വേക്ക് അപ്പ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ് അല്ലെ. നമുക്ക് ആദ്യം തന്നെ ഒരു മോട്ടിവേഷൻ ആണ് ഉണ്ടാവേണ്ടത്. കമന്റ്സിൽ ഞാൻ കണ്ടു ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, പക്ഷേ ഒരു പ്രശ്നവും വേണ്ട, നമ്മൾ എന്ത് ചെയ്യും, ഇന്നത് സെറ്റ് ആക്കുന്നതാണ്. സോ വെൽക്കം ജിയേഴ്സ്. ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്തണ്ടേ. എൻ്റെ പേര് മുഹമ്മദ് ഷാജു എന്നാണ്. എൻ്റെ പേര്. ഓക്കെ, സൈലത്തിലെ ഇംഗ്ലീഷിന്റെ ഫാക്കൽറ്റിയാണ്. SJ എന്നാണ് എൻ്റെ കോഡ്. ഓക്കെ, SJ എന്നാണ് എൻ്റെ കോഡ്. ഓക്കെ, ഇനി നമ്മുടെ ഒരു ആദ്യത്തെ ഈ ഒരു എന്താ പറയാ, നമ്മുടെ സിലബസിലേക്ക് ഒന്ന് നോക്കാം. നമുക്ക് ഫ്ലെമിംഗോ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ വിസ്താസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റും പഠിക്കാനുണ്ട് അല്ലെ. ഈ ഫ്ലെമിംഗോയിലാണ് ഈ പ്രോസും പോയട്രി എന്ന് പറയുന്ന 2 ഭാഗങ്ങളായിട്ട് വരുന്നത്. സോ ഇതായിരിക്കും നമ്മൾ നാളെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫ്ലെമിംഗോയും അതുപോലെ തന്നെ പോയട്രിയും ആയിരിക്കും. സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വിസ്താസിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ സമയം ഉണ്ടായാൽ. നെക്സ്റ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ സപ്ലിമെന്ററി റീഡർ ആയിട്ടുള്ള വിസ്താസിലെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് 2 ടെക്സ്റ്റ് നമുക്ക്. അപ്പോൾ ആ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. തേർഡ് ലെവൽ, അതുപോലെ തന്നെ ദ ടൈഗർ കിങ്, ജേർണി ടു ദ എൻഡ് ഓഫ് ദ എർത്ത്, ദ എനിമി, ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ്, മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന അതിൽ 2 ചാപ്റ്റേഴ്സ്, ദ കട്ടിംഗ് ഓഫ് മൈ ലോങ് ഹെയർ, വി ടു ആർ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററും. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് വരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ ദ തേർഡ് ലെവൽ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. എന്താണ് പേര്? ദ തേർഡ് ലെവൽ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഹാഷിം, ഹലോ. യെസ്, നമ്മൾ തേർഡ് ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഇന്റർസെല്ലർ അല്ലെ, ഇന്റർസെറ്റ്ലർ എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ നമ്മുടെ തമിഴിൽ ഇറങ്ങിയിട്ടുള്ള 24 ഒരുപാട് സിനിമകൾ ഈ ഒരു എന്താ പറയാ, നമ്മുടെ ടൈം ട്രാവലറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. പക്ഷെ എനിക്ക് എപ്പോഴും ഈ ഒരു ചാപ്റ്ററിനെ, ഈ ഒരു കഥയെ, നമ്മുടെ ദ തേർഡ് ലെവൽ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനെ ഒരു സൈക്കോളജിക്കൽ സ്റ്റോറി ആയിട്ട് കാണാനാണ് ഇഷ്ടം. ഓക്കെ, ശരിക്കും ഇതിനകത്ത് ടൈം ട്രാവലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒപ്പോസ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ടെക്നിക്കൽ എഴുത്തിന്റെ ഒരു രീതിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന സമയത്ത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കണം നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഫുൾ എല്ലാവരും ടൈം ട്രാവലർ എന്ന് എഴുതുന്ന സമയത്ത് അങ്ങനെയല്ല. ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ആണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. ശരിക്കും മനുഷ്യന്റെ മനസ്സിനാണ് ഈ ഒരു ടൈം ട്രാവൽ ബാധിക്കുന്നത്, അല്ലാതെ എന്തല്ല ഫിസിക്കലി നമ്മൾ പോകുന്നില്ല എന്ന ഒരു ആശയമാണ് ശരിക്കും ഓഥർ വളരെ ബോധപൂർവം ഇവിടെ എഴുതി വെക്കുന്നത്. ഏതായാലും തേർഡ് ലെവൽ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ, റെഡിയല്ലേ നിങ്ങൾ? സർ, ജോബ് ആപ്ലിക്കേഷൻ എടുക്കുമോ? ജോബ് ആപ്ലിക്കേഷൻ ഒക്കെ സിമ്പിൾ ആണ്, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. മൃദുല, അത് നമുക്ക് ഒരു പ്രശ്നമില്ല. ജോബ് ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അത് ഞാൻ ഇന്നലെയും കമന്റ്സിൽ കണ്ടു. ജോബ് ആപ്ലിക്കേഷൻ നമുക്ക് തരാം. ഓക്കെ, റെഡി അല്ലേ? അപ്പോ നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് വരുന്നു. ഓക്കെ, ഇൻ ന്യൂയോർക്ക്, ഇതിന്റെ ഒരു സമ്മറി മാത്രമായിട്ട് പറയാം, ചാപ്റ്റർ കംപ്ലീറ്റ് എടുക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ. ഇൻ ന്യൂയോർക്ക്, ദ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ ഹാസ് 2 ലെവൽസ്. ന്യൂയോർക്കില് നമ്മുടെ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ എത്ര ലെവൽസ് ഉണ്ട്? there are only 2 ലെവൽസ്. 2 ലെവൽസേ ഉള്ളൂ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്ര പ്ലാറ്റ്ഫോം? 9 പ്ലാറ്റ്ഫോം ഉള്ളൂ എന്ന് പറയുന്ന പോലെ എന്താണ് അവിടെ 2 ലെവലേ ഉള്ളൂ എന്ന് പറയുന്നത്. nonetheless, ചാർലി, നമ്മുടെ ഹീറോ ആണ് ചാർലി, a 31-year-old സിറ്റി റെസിഡന്റ്, സിറ്റിയിൽ താമസിക്കുന്ന 31 വയസ്സുള്ള, ഞാൻ ഈ പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഐഡൽ ആയിട്ട് ഇരിക്കുക, കേൾക്കുക മാത്രം ചെയ്താൽ മതി. ഒരു കഥ പറഞ്ഞു വരുന്ന പോലെ, സിനിമ കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനത് ഇട്ടുതരും. നിങ്ങൾ അതുപോലെ നേരെ റിഫ്ലക്ട് ചെയ്താൽ മതി. എവിടെ? എക്സാമിനേഷനിൽ. ലിറ്ററേച്ചർ ആണ്, അവിടെ അതേ ചെയ്യാനുള്ളൂ. ഓക്കെ, ഫോർമാറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. കഥ കേൾക്കുക, മനസ്സിലാക്കുക.
എന്തൊക്കെയാ പഠിക്കേണ്ടേ? റൈറ്റിംഗ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നാളെ പറയാം കേട്ടോ. ഗോയിങ് പ്ലേസസ് ഇല്ലേ, സോഫിയയും ചാർലിയും കമ്പയർ ചെയ്യുമോ? സർ ഗോയിങ് പ്ലേസസ് ഇല്ലേ, സോഫിയയും ചാർലിയും കമ്പയർ ചെയ്യുമോ? ഓക്കെ. ദെൻ സർ കൊമേഴ്സിൽ ചാനലില്ലേ? സർ കൊമേഴ്സിൽ ഓക്കെ ശരി ഓക്കെ. സർ ഇൻവിറ്റേഷൻ എടുക്കുമോ? ഇൻവിറ്റേഷൻ ഒക്കെ പറയും കേട്ടോ, ഇൻവിറ്റേഷൻ ഒക്കെ പറയും. സോ ഇപ്പോൾ നമ്മൾ സർ സെറ്റാക്കാം, നമുക്ക് സെറ്റാക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ 31-year-old ചാർലി, 31 വയസ്സുള്ള ചാർലി എന്ന് പറയുന്ന നമ്മുടെ ഹീറോ ടോക്സ് ദാറ്റ് there exists a third level. ഇയാൾ പറയുന്നത് ന്യൂയോർക്കിലുള്ള ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ 2 ലെവലല്ല 3 ലെവൽ ഉണ്ട്. ഓൾസോ ഹി ക്ലെയിംസ് ദാറ്റ്, അയാൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഹി ഹാസ് ബീൻ there, ഞാൻ അവിടെ പോവുകയും ചെയ്തിട്ടുണ്ട്, 3ാമത്തെ ലെവലിൽ ഞാൻ പോവുകയും ചെയ്തിട്ടുണ്ട്. To talk about this problem, he visits a psychiatrist friend. അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ തന്നെ ചിലപ്പോഴൊക്കെ നമുക്ക് ESP എന്ന് പറയുന്ന സാധനമില്ലേ, സയൻസ് പഠിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ, ESP എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നാണ്, എടാ ഈ സ്ഥലത്ത് ഞാൻ ഇതിന് മുമ്പേ വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഞാൻ മുമ്പേ ഇവിടെ കണ്ടിട്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്തേ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിന് നമ്മൾ ESP എന്നാണ് പറയാ അല്ലെ, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയും. ചില ആളുകൾക്കുള്ള ഒരു കഴിവാണത്, നമുക്ക് ചില സമയങ്ങളിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്ന. ഓക്കെ, ഡയറി വരും, ഡയറി ഉണ്ടാവും, ഡയറി ഉണ്ട്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പോ ഈ ഒരു സംഭവം, ഈ ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ആണോ എന്നൊക്കെ കരുതിയിട്ട് ഇപ്പോൾ എന്താ പറയുക, ചില ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ചില മരണങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നേരിട്ട് മുൻകൂട്ടി കാണാറുണ്ട് അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തോന്നലാണോ എന്ന് കരുതിയിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്, ഇയാളൊന്ന് പോയിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണുകയാണ്, സൈക്കാട്രിസ്റ്റ് ആയുള്ള ഫ്രണ്ടിന്റെ അടുത്താണ് പോയി കാണുന്നത്. ആ കാര്യങ്ങളൊക്കെ സൈക്കാട്രിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻസ് ചാർലീസ് സൈക്കോളജി ബൈ സേയിങ് ദാറ്റ് ദ മോഡേൺ വേൾഡ് ഈസ് ഫുൾ ഓഫ് ഫിയർ, ഇൻസെക്യൂരിറ്റി, വാർ ആൻഡ് വറി, ആൻഡ് എവറിബഡി വാണ്ട്സ് ടു എസ്കേപ്പ് സം ടെമ്പററി റെഫ്യൂജ് ഫ്രം റിയാലിറ്റി. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്, മോഡേൺ വേൾഡിൽ ഒരുപാട് ഫിയറും ഇൻസെക്യൂരിറ്റിയും വാറും അതുപോലെ തന്നെ വറീസ് ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ ആളുകൾക്കും റിയാലിറ്റിയിൽ നിന്നും ഒരു റെഫ്യൂജ് വേണം, ടെമ്പററി റെഫ്യൂജ് വേണം. അതുകൊണ്ടാണല്ലോ നമ്മൾ അധികം ആളുകളും വെസ്റ്റേണേഴ്സിനൊക്കെ എന്താ പറയാ, വെസ്റ്റേണേഴ്സ് ഒക്കെ ഈ മാജിക് ഷോസിനും അതുപോലെ തന്നെ മൂവീസിനും ഇപ്പൊ നമ്മളും എന്താണ് ഭയങ്കര അഡിക്റ്റഡ് ആണ്. എന്താ കാരണം? ടു എസ്കേപ്പ് ഫ്രം ദ റിയാലിറ്റിയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങളെയും പ്രശ്നമെന്ന് ഡോക്ടർ ഒന്ന് വിശദമാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ആസ് ഫോർ ഹിം hobbies like stamp collection is an indicator of this escape. ഇയാളുടെ ഒരു കണ്ടുപിടുത്തമാണ്, ഡോക്ടറുടെ ഒരു കണ്ടുപിടുത്തമാണ്. നിങ്ങൾ സ്റ്റാമ്പ് കളക്ഷൻ നടത്തുന്ന ആളല്ലേ, അപ്പോ ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറയുന്നതും ഇതിന്റെ ഒരു സൂചന തന്നെയാണ്, നിങ്ങൾ കുറച്ച് നിരാശനാണ് എന്നതിന്റെ സൂചനയാണെന്ന് ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ സർ, വാക്കിംഗ് ആണോ? വാക്കിംഗ് at times the Grand Central Station seems like a maze to Charlie. ആ സമയത്ത് നമ്മുടെ ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ് ചാർലിയെ സംബന്ധിച്ചിടത്തോളം. While taking the subway earlier, he had lost his way a couple of times. മുന്നേ ഈ സംഭവത്തിന് മുമ്പേ ഇയാൾക്കൊരു 1-2 തവണ വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, one time he entered the lobby of a Roosevelt hotel. ഒരു തവണ ഇയാള് ഇവിടുന്ന് വഴി തെറ്റി പോയിട്ട് ഒരു വാതിലൂടെ കടന്നിട്ട് പിന്നെ അയാൾ എത്തുന്നത് ഒരു ഹോട്ടലിന്റെ അകത്താണ്, ഒരു ഹോട്ടൽ മുറിക്കകത്താണ് അയാൾ എത്തുന്നത്. അതുപോലെ തന്നെ while the other time he appeared at an office building that was 3 blocks away. 3 ബിൽഡിങ്ങുകൾക്ക് അപ്പുറത്തുള്ള ഒരു ഓഫീസ് മുറിയിലാണ് പിന്നെ ഇയാൾ എത്തുന്നത്. മനസ്സിലായില്ലേ? ഒരു ടണലിലൂടെ ഒക്കെ പോയ പോലെ. അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നത് അയാൾക്ക് മനസ്സിലാവുന്നില്ല, ആരോടും അയാൾ പറഞ്ഞില്ല, സൈക്കോട്രിസ്റ്റിനോട് പോലും പറഞ്ഞിട്ടില്ല. However, this time he loses his way and something unique occurs. ഈ സമയത്ത് അയാൾക്ക് ഏതായാലും വഴി നഷ്ടപ്പെട്ടു, പക്ഷെ ഇത്തവണ വലിയ ഒരു യുണീക്ക് ആയിട്ടുള്ള സംഭവമാണ് നടക്കുന്നത്. ചാർലീസ് വിസിറ്റ് ദ 3rd level. ചാർലി 3rd level വിസിറ്റ് ചെയ്തിരിക്കുന്നു. ഇൻ ദ സൈലന്റ് ഹാൾവേ. ഈ സൈലന്റ് ഹാൾവേയിൽ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കുള്ള നമ്മുടെ ഈ ഒരു സ്റ്റേഷൻ അല്ല, ഇപ്പോ ഈ സൈലന്റ് ആയി കിടക്കുന്നു ഈ 3rd level. ചാർലി കീപ്സ് വാക്കിംഗ്. ചാർലി നടന്നുകൊണ്ടിരിക്കുകയാണ്, turning left and sloping downwards until he touches an architecturally old station. അങ്ങനെ അയാൾ അവസാനം ഒരു ആർക്കിടെക്ചറലി ഓൾഡ് സ്റ്റേഷൻ, പുരാതനമായിട്ടുള്ള ആ കലാരീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഒരു പഴയ സ്റ്റേഷനിൽ അയാൾ എത്തുകയാണ്. which is totally different from 2 familiar levels. ഇത് ശരിക്കും പറഞ്ഞാൽ ആധുനിക രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മറ്റ് 2 നമ്മുടെ ലെവലുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലെവലായിട്ടാണ് ഇയാൾക്ക് തോന്നുന്നത്.
Moreover, this old small room with fewer ticket counters and train gates, a wooden information booth, wavering open gas flames, flame gas lights and brass spittoons. അപ്പൊ അവിടെ എന്തൊക്കെയുള്ളത്? പഴമയെ കാണിക്കുന്ന ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് വരെ ഒരു നൂറ്റാണ്ടപ്പുറത്തുള്ള കുറെ കാര്യങ്ങളാണ് അയാൾ അവിടെ കാണുന്നത്. ഫ്യൂവർ ടിക്കറ്റ് കൗണ്ടേഴ്സ്, കുറച്ച് ടിക്കറ്റ് കൗണ്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ട്രെയിൻ ഗേറ്റ്സും വളരെ കുറവാണ്. വുഡൻ ഇൻഫർമേഷൻ ബോർഡാണ്. ഇന്ന് സാധാരണയുള്ള ആ ഒരു എന്താ പറയാ LED ഫ്ലാഷ് ലൈറ്റ്സ് ഒന്നുമല്ല. ഇവിടെ എന്ത് മാത്രമുള്ളത്? വുഡൻ ഇൻഫർമേഷൻ ബൂത്ത്, വേവറിംഗ് ഓപ്പൺ ഫ്ലെയിം ഗ്യാസ്, ലൈറ്റ് അല്ല, വേവറിംഗ് ഓപ്പൺ ഫ്ലെയിം ഗ്യാസ് ആണ്, ഗ്യാസ് ലൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ബ്രാസ് പിറ്റൂൺസ് അറിയാലോ, ഈ സാധനമാണ് ബ്രാസ് പിറ്റൂൺസ് എന്നുള്ളത്, ഈ തുപ്പാനുള്ള ബ്രാസ് കൊണ്ടുള്ള സാധനം. എന്താണ് ഒരു പാത്രമാണ്, വെസൽ അല്ലേ. ഓൾ ദിസ് റിമൈൻഡ് ഹിം ഓഫ് ദ ആർക്കിടെക്ചർ ഓഫ് 1800ന്റെ 18ാം നൂറ്റാണ്ടിന്റെ ഈ പറയുന്ന കാര്യങ്ങളാണ് അതിനകത്ത് കാണിക്കുന്നത്. ഫർദർ he sees people in outdated fits, എന്ന് വെച്ചാൽ പഴയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച ആളുകളെയും കാണുന്നു. when he noticed the date in the newspaper, അങ്ങനെ മൂപ്പരൊരു ന്യൂസ് പേപ്പർ സെല്ലർ ബോയിന്റെ അടുത്ത് എത്തുന്ന അയാളുടെ കയ്യിൽ ഒരു ന്യൂസ് പേപ്പർ വാങ്ങുമ്പോൾ ദ വേൾഡ് എന്ന് പറയുന്ന പത്രത്തിൽ ഡേറ്റ് കാണുന്നത് എന്താണെന്നറിയോ? 11 ജൂൺ 1994 ഡേറ്റ് കാണുന്നത്. when he tries to buy 2 tickets, he realizes that he needs currency. 2 ടിക്കറ്റ് വാങ്ങാൻ നോക്കിയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഓൾഡ് കറൻസിയാണ് വേണ്ടത്. ഇയാളുടെ കയ്യിലുള്ളത് പുതിയ കറൻസിയാണ്. പ്രശ്നമാണ്. He always wanted to travel to Galesburg with his wife Louisa. Okay, Louisa എന്ന് പറയുന്ന ആളുടെ ഭാര്യയെ കൂട്ടിയിട്ട് എവിടേക്ക് പോകാൻ ആഗ്രഹിച്ച ആളാണ് ഇദ്ദേഹം? ഈ പറയുന്ന നമ്മുടെ ഗെയിൽസ്ബർഗിലേക്ക് പോകാൻ ആഗ്രഹിച്ച ആളാണ്. Back in his head, it is a wonderful town still, with big old famed houses, huge lawns and tremendous trees. The place has pleasant and long summer dusks, and where people have ample time. അവിടെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. നല്ല സമൃദ്ധമായ സ്ഥലമാണത്. ഓക്കെ, ഈ ഗെയിൽസ്ബർഗ് എന്ന് പറയുന്നത്. Hence the next day during lunch, he exchanged $300 for an old currency amounting to some 200 only. അങ്ങനെ പിറ്റേ ദിവസം അയാൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് അയാൾ ഈ പഴയ കറൻസി എടുക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് ഇയാൾ പുതിയ കറൻസി കൊടുത്തിട്ട് ഒരു $100 നഷ്ടത്തിന് $200 വാങ്ങി. $300 കൊടുത്തിട്ട് $200 ആണ് അയാൾക്ക് കിട്ടിയത്. ഇയാൾ എന്താ വിചാരിച്ചെന്നറിയോ? ഇൻ അഡീഷൻ ദ എമൗണ്ട് ഡസന്റ് ബോദർ ഹിം. പൈസ കുറഞ്ഞതേക്ക് പ്രശ്നമല്ല. എന്താ കാരണം? ആസ് ഹി ബിലീവ്സ് ദാറ്റ് എവറിത്തിങ് ദേർ വിൽ ബി ചീപ്പർ. കാരണം 18ാം നൂറ്റാണ്ടില് എല്ലാത്തിനും വില കുറവായിരിക്കും, ഇത് തന്നെ ധാരാളം എന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പർ സമാധാനിക്കുന്നത്. However, he could never again find a corridor that leads him to the 3rd level. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? ആ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട്, ആ സ്റ്റേഷനിൽ പോയിട്ട് ഒരിക്കലും അയാൾക്ക് ആ 3rd level എന്ന് പറയുന്ന ആ കോറിഡോർ കണ്ടെത്താൻ അയാൾക്ക് പറ്റുന്നില്ല. When his wife came to know about this, she asked him to stop looking. ഭാര്യ ഇതേക്കുറിച്ച് അറിഞ്ഞ സമയത്ത് ഭാര്യ പറയാണ്, നിങ്ങൾ മതി, തെരഞ്ഞല് മതി, ഇനി നിങ്ങൾ അങ്ങനെ കളിക്കരുത് കേട്ടോ. എന്താ കാരണം? പഴയ പൈസ ഒക്കെ നിങ്ങളെ കയ്യിൽ കാണും, നിങ്ങൾ എങ്ങാനും ഇവിടുന്ന് മുങ്ങോ. അപ്പോ unexpectedly his friend Sam Weiner also disappeared. Unexpectedly അയാളുടെ സുഹൃത്തിനെയും, സാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയും പെട്ടെന്ന് കാണാനില്ല. ഓക്കെ, and his wife keeps on looking for him in the weekends. അയാളുടെ ഭാര്യ അയാളെ തെരഞ്ഞു നടക്കുന്നുണ്ട്. Moreover, Sam was the one who Charlie shares his ideas about Galesburg. കാരണം ഇതിനപ്പുറം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാം എന്ന് പറയുന്ന ആളാണ് സൈക്കോളജിസ്റ്റ്. ഈ സൈക്കോളജിസ്റ്റിന് മാത്രമേ ഇയാൾ ഈ ഗെയിൽസ്ബർഗിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ. ചാർലി ഇൻഹെറിറ്റഡ് ദ ഹോബി ഓഫ് സ്റ്റാമ്പ് കളക്ഷൻ ഫ്രം ഹിസ് ഗ്രാൻഡ് ഫാദർ. ചാർലിക്ക് ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറയുന്ന സംഭവം കിട്ടിയത്, ആ ഒരു ഹോബി കിട്ടിയത് അയാളുടെ ഗ്രാൻഡ് ഫാദറിൽ നിന്നാണ്. And someday while looking at the stamp collection, അങ്ങനെ ഈ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ സ്റ്റാമ്പ് കളക്ഷനിലൂടെയാണ്, സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന ഒരു സാധനമാണ്, ആ ഫ്രസ്ട്രേഷൻ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഒരു സാധനമാണെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇതിന്റെ ഗ്രാൻഡ് ഫാദർ തുടങ്ങി വെച്ചതാണ്. എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കാലത്ത്, അന്നത്തെ കാലത്തൊന്നും ഇത്രയും എന്തില്ല, ബിസി അല്ല ആൾക്കാർ, ഫ്രസ്ട്രേഷൻ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, ജെയ് നീറ്റ് ഒന്നും എഴുതുന്ന ആൾക്കാർ അന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഫ്രസ്ട്രേഷനും ടെൻഷൻസ് ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ഇയാള്. അതുപോലെ തന്നെ ഇയാള് ഭാര്യ വല്ലാതെ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഭാര്യ വല്ലാതെ ഇയാളുടെ പെരുമാറ്റത്തിലും ഇയാളുടെ നടപ്പിലൊക്കെ പ്രശ്നം കാണാൻ തുടങ്ങിയപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഈ സ്റ്റാമ്പ് കളക്ഷനിലേക്കൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇയാൾ എന്താണ് സ്റ്റാമ്പ് കളക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യാണ്. അങ്ങനെ ഒരു ദിവസം someday while looking for at the stamp collection നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
ചാർലി ഫൈൻസ് എ ലെറ്റർ. ചാർലി ഒരു കത്ത് കണ്ടുമുട്ടുകയാണ്. ദാറ്റ് വാസ് ഏർലിയർ നോട്ട് ദേർ. നേരത്തെ അത് അവിടെ ഇല്ലായിരുന്നു. ഓൾസോ ഇറ്റ് ഹാസ് എ പോസ്റ്റ് മാർക്ക് ഓൺ എ faded 6 cent stamp with a picture of the president Garfield. പഴയ ഒരു പ്രസിഡന്റിന്റെ പുരാതനമായ ഒരു പോസ്റ്റ് മാർക്കോട് കൂടിയിട്ടുള്ള ഒരു പഴയ സ്റ്റാമ്പ് 6 സെന്റ് മാത്രം വിലയുള്ള ഒരു ചെറിയ സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു കത്ത് അയാൾക്ക് കിട്ടി. ഇതിനു മുമ്പ് അത് കണ്ടിട്ടില്ല. Further, the envelope read as 18th July 1894. ഡേറ്റും ശ്രദ്ധിക്കുക. To Charlie's grandfather in Galesburg, and it addresses Charlie. ഇതിൽ എഴുതിയിരിക്കുന്നത് ആരോടാണ്? ആർക്കാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്? ചാർലിക്കാണ് എഴുതിയിട്ടുള്ളത്. In the letter, Sam tells സാം ആണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്. സാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്. സാം അതിനകത്ത് കത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? Charlie, that is, he has reached Galesburg. മോനെ ചാർലി, ഞാൻ എത്തിയടാ കുട്ടാ. എവിടെ? ഗെയിൽസ്ബർഗിലെത്തി. And he invites Charlie and Louisa there. നീ നിന്റെ ഭാര്യയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നോ, ഇവിടെ അടിപൊളിയാണ്. After going to stamp and coin shop, he gets to know that പിറ്റേ ദിവസം സ്റ്റാമ്പും കോയിൻസ് ഒക്കെ വിൽക്കുന്ന ആ പൈസ എക്സ്ചേഞ്ച് ചെയ്യുന്ന കടയിലേക്ക് അയാൾക്ക് പോയപ്പോ സാമിന് ഒരു കാര്യം നമ്മുടെ ചാർലിക്ക് ഒരു കാര്യം മനസ്സിലായി. സാം എക്സ്ചേഞ്ച് $800 for old currency bills to establish the business in Galesburg. തന്റെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഗെയിൽസ്ബർഗിലേക്ക് പോകാൻ വേണ്ടിയിട്ട് $800 അയാൾ എന്ത് ചെയ്തിരിക്കുന്നത്? മാറ്റിയിരിക്കുന്നത്, എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആര് മനസ്സിലാക്കി? ഇയാൾ മനസ്സിലാക്കി കേട്ടോ. അവിടെ ഷോപ്പിലെ ആളുകൾ പറഞ്ഞു കൊടുത്തു. ഇയാൾക്ക് ചാർലിക്ക് മനസ്സിലായി. ഓക്കെ, ഹേ ബിസിനസ് തുടങ്ങാനാണ് മൂപ്പര് പോയത്. ആ കാലത്ത് സൈക്കോളജിക്കൊന്നും വലിയ പ്രാധാന്യം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ എന്ത് ചെയ്തു? ബിസൈഡ് സാം വാസ് നൺ അതർ ദാൻ ചാർലി സൈക്കാട്രിസ്റ്റ്. ചാർലിയുടെ സൈക്കാട്രിസ്റ്റ് ആയിരുന്നു ഇയാള്. അപ്പൊ സൈക്കാട്രിസ്റ്റ് ഒന്നും അവിടെ സ്കോപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഹേ ബിസിനസ് തുടങ്ങാന്ന് വിചാരിച്ചാണ് ഇയാൾ വലിയ പൈസ ഒക്കെ ആയിട്ട് അവിടേക്ക് പോയുള്ളത്. അപ്പൊ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് എന്താണ്, ഈ ഒരു സ്റ്റോറിയുടെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? വിഷ്ണു എന്താ ചോദിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല. ഒരു സ്റ്റാമ്പ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്താൽ ഓക്കെ, റെഡി അല്ലേ? എന്താ സ്ഥിതി? കഥ കഴിഞ്ഞു കേട്ടോ. റെഡി അല്ലേ മക്കളെ? യെസ്. അപ്പോൾ പുള്ളി ശരിക്കും ട്രെയിൻ ട്രാവൽ ചെയ്തതാണോ, പുള്ളിയുടെ ഇമാജിനേഷൻ ആണോ എന്ന് ചോദ്യം ഉണ്ട് അല്ലേ? ചാർലിയുടെ യെസ്, ചാർലി ഈസ് ഇൻസെയിൻ. അതാണ് എവ്രി വൺ ഇസ് മാഡ്. അല്ല, ഇത് സംഭവം എന്താന്ന് വെച്ചാലേ, അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ഇങ്ങനെ പറയാം. Through the third level, the writer wants to escape from the modern world to a peaceful and quite old times. ഇത്രേ ഉള്ളൂ. ഓതറിന് ടൈം ട്രാവലിലൂടെ അല്ലെങ്കിൽ തേർഡ് ലെവലിലൂടെ എന്ത് ചെയ്യണം? അയാൾക്ക് എസ്കേപ്പ് ചെയ്യണം. എവിടേക്ക്? ടു എ വേൾഡ് ഓഫ് പീസ്ഫുൾ, സമാധാനമുള്ള, അതുപോലെ തന്നെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യണം. ഇത് തന്നെയാണ് പോയറ്റ്സ് ചെയ്യുന്നത്. പോയറ്റ്സ് എന്താ ചെയ്യുക? പോയറ്റ്സ് ഒരു ഇമാജിനറി വേൾഡ് ഉണ്ടാക്കും, പോയറ്റ്സ് ഒരു ഇമാജിനറി ലാൻഡ് ഉണ്ടാക്കും അല്ലെ? നമുക്കറിയാലോ, നമ്മുടെ എന്താ പറയാ, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഇമാജിനറി പ്ലേസസ്. നിങ്ങൾ നെറ്റിലടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇമാജിനറി പ്ലേസസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഡിറക്ടേഴ്സ് തന്നെ, ഇപ്പൊ നമ്മുടെ ഡിറക്ടേഴ്സ് തന്നെ ചെയ്യുന്ന എല്ലാ എന്താ പറയാ, ഈ ടൈം ട്രാവൽ മൂവീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സസ് ആണെങ്കിലും ഒക്കെ എന്താണ്, ഇതെല്ലാം ഒരു ഇമാജിനേഷൻ ആണ്. സോ പീപ്പിൾ ലവ് ടു വാണ്ട് ഇൻ ദ ഇമാജിനേഷൻ. ഓക്കെ, വൈ? ബിക്കോസ് ദേ ആർ ഫെഡ് അപ്പ് വിത്ത് ദ റിയാലിറ്റി കൊണ്ട് അവർ വളരെ ബുദ്ധിമുട്ടാണ്, വല്ലാതെ പ്രയാസത്തിലാണ്. അല്ലാതെ ആരും ടൈം ട്രാവൽ ചെയ്തതായിട്ട് എന്തില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? ടൈം ട്രാവലർ ചെയ്യും. എങ്ങനെ? നമ്മളെ മൈൻഡാണ് ടൈം ട്രാവലർ ചെയ്യുന്നത്. ഏറ്റവും സ്പീഡിൽ പോകുന്ന വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൈൻഡാണ് അല്ലെ? നമ്മളിപ്പോ മാർസിൽ എത്തുന്നു എന്ന് വിചാരിക്കുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തി, മാർസിൽ എത്തിക്കഴിഞ്ഞു. സോ ഇതാണ് ഈ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് എന്താണെന്ന് വിചാരിക്കുന്നു. സർ, ഫസ്റ്റ് ഡേ കവർ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എന്താ പറയാ, അതിന്റെ പേര് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ അല്ലേ? എന്താണ് സ്ഥിതി? നാളെ ഈവനിങ് ആണ് ക്ലാസ്. നാളെ 5 o'clock ക്ലാസ്. ഹാലസിനേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ
ടൈം ട്രാവലർ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ടൈം ട്രാവലർ എന്നാണ് ഇതിനെ എന്താ പറയുന്നത് ലേബിൾ ചെയ്യുന്നത്. നമ്മുടെ +2 ടൈം ട്രാവലർ എന്നാണ് ഇതിനെ ലേബിൾ ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഹയർ ലെവലിൽ ഇതിന് സൈക്കോളജിക്കൽ അപ്രോച്ചിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇതിനേക്കാൾ അപ്പുറത്തുള്ള ടൈം ട്രാവലർ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക, ക്വസ്റ്റ്യൻസിലേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, എന്തൊക്കെയാ പറയുന്നത് നോക്കാം. അപ്പൊ എന്റെ പേര് ചോദിക്കുന്നുണ്ട്. പേര് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേര് ഒന്നുകൂടെ പറയാം. എന്താണ്? മുഹമ്മദ് ഷാജു എന്നാണ് എന്റെ പേര്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, റെഡ് കൊണ്ട് എഴുതാം. ഷാജു എന്നാണ് എന്റെ പേര്. SJ എന്നാണ് എന്റെ കോഡ്. ഓക്കെ, SJ എന്നാണ് എന്റെ കോഡ്. ദിസ് ഇസ് മൈ ID. അപ്പോ ഇതാണ് സൈലത്തിലെ ഇംഗ്ലീഷിന്റെ ഫാക്കൽറ്റിയാണ്. +1 +2 ആണ് ഞാൻ എടുക്കുന്നത്. ഏതായാലും ഈ ഒരു ഭാഗം നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. In the story Third Level by Jack Finney, Charlie is obsessed with finding the third level. In an attempt to thrash out whether this obsession is a good quality or a harmful one, Charlie's wife expresses her thoughts in a diary entry. Charlieയുടെ വൈഫ് എഴുതുന്ന ഡയറി എൻട്രി ആണ് നമ്മൾ ചോദിച്ചത്. നേരത്തെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയറി എൻട്രി എങ്ങനെയാണ് എഴുതാന്ന് ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. You may begin like this. അവര് തുടക്കം തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ. I have been married to Charlie for a few years now and I have always known him to be an intelligent man with an imaginative mind. How? നോക്ക്, intelligent man with an imaginative mind. Okay, ഇനിയോ, however his recent obsession with finding the third level has ബാക്കി നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മോഡൽ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. I have been married, അതൊക്കെ നമ്മൾ പറഞ്ഞു. However his recent obsession with finding the third level has left me quite worried. While he talks about it with excitement, I cannot help but wonder if it is a good quality or a harmful one. Okay, on one hand Charlie's obsession എന്ന് പറഞ്ഞാൽ ഒന്നിനോടുള്ള വല്ലാത്ത ഒരു താല്പര്യം. ഓക്കെ, displays his determination and persistence in achieving his goals. It shows that he is willing to go to great lengths to unravel the mysteries of his life. His imagination and curiosity are admirable qualities that have always attracted me to him. However, his obsession has caused him to become detached from reality. He is no longer able to differentiate between what is real and what is not. He spends all his time and money searching for places that may not even exist. This could be harmful not only to himself but also to our family. I understand that he feels overwhelmed by the stress and pressure of his present life, and Sam indicated that he uses his obsession as a coping mechanism. I think this is harmful as it prevents him from addressing the underlying issues that are causing him stress. Furthermore, Charlie's obsession caused him to neglect his responsibilities. He has been absent from work and has not been able to contribute financially to our household. വീട്ടിൽ ചെലവിനൊന്നും തരുന്നില്ല. His obsession is affecting our relationship and I am afraid that if he continues on this path, it might lead to irreparable damage. Finally, all I can say is I believe that Charlie's obsession with finding the third level may have started as a harmless curiosity, but it has now become a harmful one. I love him dearly and I hope that he realizes that his obsession is affecting not only himself but also those around him എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറിക്ക് ആദ്യം തന്നെ എന്ത് എഴുതണം? ഇവിടെ നമ്മൾ ഒരു ഡേ എഴുതാം. ഓക്കെ, ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ അത് എഴുതാം. അതുപോലെ തന്നെ ഡേറ്റ് എഴുതാം മതി. ഓക്കെ, അതുപോലെ നമുക്ക് വേറെ കാര്യങ്ങളും എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ടൈം എഴുതാം. ഇവിടെ 10:30 PM. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരു ഫോർമാറ്റിൽ ഉണ്ടാവണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ലാംഗ്വേജ് ആണ്, ഡയറിയുടെ ലാംഗ്വേജ് ആണ്. ഡയറിയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇമോഷണൽ ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് കഥ അറിയോ? കഥ അല്ല എഴുതി ചെയ്ത് വെക്കേണ്ടത്. അവിടെ ആ കഥാപാത്രം
എങ്ങനെ അത് പറയുന്നു എന്നുള്ളതാണ്. ആ കഥാപാത്രം ആ ഒരു സംഭവം അവരുടെ ആ ഒരു മാനസികാവസ്ഥയിൽ എങ്ങനെ അത് പറയുന്നു, പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പാസ്റ്റ് ടെൻസിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഡയറി ആണല്ലോ, കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ പറയുന്നത്. പാസ്റ്റ് ടെൻസിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് പേഴ്സൺ നറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കഥ പറയുന്നു, അതാണല്ലോ ഡയറി. പിന്നെ ഡയറി എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ ബ്ലോഗിംഗ് ആണ്. പേഴ്സണലി ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഒരു സുഹൃത്തിനോടെന്ന പോലെ വളരെ എന്താ പറയാ പേഴ്സണൽ ആയിക്കൊണ്ട് പറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, കോൺഫിഡൻഷ്യൽ ആയിട്ട് പറയുന്നതിനാണ് നമ്മൾ ഡയറി എന്ന് പറയാ. ഇറ്റ് ക്യാൻ ബി ലൈക്ക് എനിത്തിങ്. നമുക്കത് ഏത് രീതിയിലും എഴുതാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ ഇന്ന രീതിയിൽ നിങ്ങൾ ഡയറി എഴുതാൻ പാടുള്ളൂ എന്നും പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് എ ലിറ്റററി പീസ്. അതൊരു ലിറ്റററി പീസ് ആണ്. ആൻ ഫ്രാങ്കിന്റെ ഡയറി എൻട്രിയും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ ഡയറി എൻട്രിയൊക്കെ നമുക്ക് ഇന്നും എന്താണ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ളതാണ് അല്ലെ. അപ്പോൾ ഡയറി എന്ന് പറഞ്ഞാൽ ഇന്ന രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം, അടിപൊളിയാക്കിയിട്ട് എഴുതാം. ശ്രദ്ധിക്കേണ്ടത് പാസ്റ്റ് ടെൻസ്, അതുപോലെ തന്നെ ഏത് ഫസ്റ്റ് പേഴ്സൺ നറേഷൻ, ഇമോഷണൽ ലാംഗ്വേജ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ ലാർജ് ആൻസർ ക്വസ്റ്റ്യൻ. ഓക്കെ, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റെഡി അല്ലേ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവല്ലേ? ഡിയറസ്റ്റ് ഡയറി എന്ന് എഴുതണോ? ഡിയറസ്റ്റ് ഡയറി എന്ന് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ളത് പോലെ എഴുതാം. അപ്പൊ ഇതവിടെ ഇവിടെ നമ്മൾ ഡിയർ ഡയറി എന്ന് എഴുതുന്നു. ഡിയർ ഡയറി എന്ന് എഴുതാം. ഡിയർ ഡയറി എന്ന് എഴുതിയിട്ട് കോമയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഐ ആം സ്പീക്കിംഗ് ദിസ് ടു മൈ ഡയറി. ഓക്കെ, അല്ലെങ്കിൽ ഷെയറിംഗ് ദിസ് ടു മൈ ഡയറി. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഡേയുടെ മൂഡ് എഴുതാം. എന്ന് വെച്ചാൽ സണ്ണി ഡേ, അല്ലെങ്കിൽ കൂൾ ഡേ എന്നൊക്കെ, റെയിനി ഡേ എന്നൊക്കെ നമ്മുടെ മൂഡിനനുസരിച്ചിട്ട് ഈ ഭാഗത്ത് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, റെഡി അല്ലേ? ആ ഡയറി ഇല്ല എന്നൊക്കെ ഒരാൾ പറയുന്നത്. ഡയറി ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്ന ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയേഴ്സിലാണ്. ഇപ്പൊ നിങ്ങളെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും ഈ സാധനം. ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. വെറുതെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ അടുത്ത ചാപ്റ്ററിലേക്ക് പോട്ടെ. അടുത്ത ചാപ്റ്ററിലേക്ക് പോട്ടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരാം. ദ ടൈഗർ കിങ്. ദ ടൈഗർ കിങ്. ദ ടൈഗർ കിങ് തീം എന്താ നമുക്ക് നോക്കാം. There is no way to avoid death. Death is unavoidable, which is given. Destiny has unlimited power and is unavoidable. Destiny means fate. നമ്മുടെ വിധി എന്ന് പറയുന്നത് എന്താണ്? It is unlimited power and it's unavoidable. Nobody can alter fate. Men in positions of authority are cruel to animals. അല്ലെ, അധികാരികൾ എപ്പോഴും ആനിമൽസിനോടൊക്കെ ക്രൂവാലിറ്റി കാണിക്കാറുണ്ട്. They murder defenseless animals under various justifications. പല ന്യായീകരണങ്ങളും പറഞ്ഞിട്ട് they murder animals. The Maharaja kills the tiger since the astrologer predicted that a tiger will be the cause of his demise. അയാളുടെ ഡെത്തിന്റെ കാരണം ഒരു ടൈഗർ ആവും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇല്ല ടൈഗേഴ്സിനെ മുഴുവനും അയാൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൊന്നുകൊണ്ടിരിക്കുകയാണ്. He kills them in order to avoid dying. അയാൾ കൊല്ലുന്നതിനാണ്? ഇയാളുടെ മരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. മരണം ഒഴിവാവോ? അല്ലെ, നോ, ഇല്ല. No armor can defeat death. ഡെത്തിനെ ഒരു കവചത്തിനും എന്ത് ചെയ്യാൻ കഴിയില്ല, ഡെത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയൂല. The tiger summary നോക്കാം. The tiger is the story. The Tiger King is the story of King Jag Bahadur of Pradibabandhapuram, a brave warrior whose death had been predicted when he was born. ജനിച്ച പാടെ അയാളുടെ മരണം പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ജഗ് ബഹദൂർ എന്ന് പറയുന്ന ഈ രാജാവിന്റെ. The astrologer had predicted as the royal child. അപ്പൊ ഇയാൾ പറഞ്ഞ ആദ്യം തന്നെ ഇവർ പറഞ്ഞത് പ്രഡിക്റ്റ് ചെയ്തെന്താന്ന് വെച്ചാൽ ഇയാളുടെ മരണം ഉറപ്പാണെന്ന്. അപ്പൊ തന്നെ ഇയാളുടെ കുട്ടി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടി എണീറ്റിട്ട് പറഞ്ഞു എന്റെ മരണം പിന്നെ ജനിച്ച എല്ലാവർക്കും മരിക്കൂലേ, അതിന് വലിയ എന്താ കാര്യമുള്ളത്, അസ്ട്രോളജർ എന്താ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ചെറിയ കുട്ടി ഇങ്ങനെ സംസാരിക്കാനാണ്. എല്ലാവരും ഞെട്ടി. ഓക്കെ, ബോൺ ഇൻ ദ hour of the bull. അയാൾ കാരണം പറഞ്ഞതാണ് you were born in the hour of the bull. ബുള്ളിന്റെ കാളയുടെ സമയത്താണ് നിങ്ങൾ ജനിച്ചത്. The tiger being the enemy. ആ കാളയുടെ ശത്രുവാണ് ആരാ? ടൈഗർ. Death would come to the child by the tiger. അങ്ങനെയാണെങ്കിൽ മരണം നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ആരുടെ രീതിയിൽ? ഈ ടൈഗറിന്റെ രീതിയിൽ. ഓക്കെ, റെഡി അല്ലേ?
മൈക്കിന് എന്താ പ്രശ്നം? മൈക്ക് ശരിയാക്കൂ. മൈക്കിന് പ്രശ്നമുണ്ടോ? മൈക്ക് കേൾക്കുന്നില്ല? മൈക്ക് കേൾക്കാത്ത പ്രശ്നമുണ്ടോ? ശബ്ദം കൂടുതലാണെന്നാണോ? മോർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൈക്ക് ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ, നോ ഇഷ്യൂ സർ. ഓക്കെ, നമുക്ക് നോക്കാം. The brave prince asked all the tigers to beware of him. Brave prince പറഞ്ഞു എന്താ? Asked all the tigers to beware of him. എല്ലാ ടൈഗേഴ്സിനെയും വെല്ലുവിളിക്കുകയാണ്. He came to be known as the Tiger King. അങ്ങനെയാണ് ഇയാള് പേര് എന്ത് കിട്ടുന്നത്? ടൈഗർ കിങ് എന്ന് പറയുന്ന പേര് അയാൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്താ? The prince became king at the age of 20. 20ാമത്തെ വയസ്സിൽ അയാൾ രാജാവായി. And considering killing a cow a self-defense to be lawful, went on tiger killing. അതെന്ന് പറഞ്ഞു നമുക്ക് ആത്മരക്ഷാർത്ഥം പശുവിനെ വരെ കൊല്ലാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ടൈഗറിനെ കൊല്ലുന്നതിലും കുഴപ്പമില്ലാതെ ഇയാൾ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. He was warned of danger from the 100 tiger that he encountered. അങ്ങനെ ഒരു ദിവസം ഇയാൾ ഫസ്റ്റ് കിൽ ചെയ്ത ടൈഗറിനെ തന്നെ അയാൾ ആരൊക്കെയാണ് പാർസൽ അയക്കുന്നത്? നമ്മുടെ ഈ അസ്ട്രോളജറിനാണ് പാർസലായിട്ട് അയക്കുന്നത്. അപ്പൊ അസ്ട്രോളജറോട് ചോദിക്കുമ്പോൾ അസ്ട്രോളജർ പറയും, നീ കൊന്നോ 99 എണ്ണത്തിനെയും കൊന്നോ, പക്ഷേ 100ാമത്തതിനെ കൊല്ലുന്ന സമയത്ത് നീ ശ്രദ്ധിച്ചു കൊള്ളണം പറഞ്ഞു. എന്ന് വെച്ചാൽ 100ാമത്തതായിരിക്കും നിന്നെ കൊല്ലാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. As all the tigers in his kingdom had been killed by him, but still he had to kill more. അങ്ങനെ ആ പ്രദേശത്തുള്ള അയാളുടെ രാജ്യത്തുള്ള എല്ലാ ടൈഗേഴ്സിനെയും അയാൾ കൊന്നു കളഞ്ഞു. ഓക്കെ, പക്ഷേ ഇനി ബാക്കി കൊല്ലാൻ ഇഷ്ടംപോലെ ഇനിയും ബാക്കിയാണ്. He married into a state having a high population of tigers. അപ്പൊ മന്ത്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ മന്ത്രിയോട് പറഞ്ഞു, ഇനി ഞാൻ ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനിയും 30 ടൈഗേഴ്സിന് എനിക്ക് കൊല്ലാനുണ്ട്. സോ ഞാൻ വിവാഹം കഴിക്കുന്നത് ഒരുപാട് ടൈഗേഴ്സ് ഉള്ള രാജ്യത്ത് നിന്നായിരിക്കും. അയാൾ പോകുന്ന പോക്കിനൊക്കെ, ഭാര്യയുടെ അടുത്തേക്ക് പോകുന്ന പോക്കിനൊക്കെ 4-5 ടൈഗേഴ്സിനെ കൊല്ലലുണ്ട്. When his killings reached 99, അങ്ങനെ 99 എന്താണ് ടൈഗേഴ്സിനെ അയാൾ കൊന്നു കഴിഞ്ഞു. He hopelessly sought the next hunt. പക്ഷേ ഇയാൾക്ക് മറ്റൊരു ടൈഗറിനെ കിട്ടാനില്ല കൊല്ലാൻ വേണ്ടിയിട്ട്. Fearing the king's harshness, the minister planted an old tiger in the forest for him to kill. അങ്ങനെ മിനിസ്റ്ററിന്റെ പണി പോകുന്നതായപ്പോ, മിനിസ്റ്ററിന് ബുദ്ധിമുട്ടാവുന്നതായപ്പോ, മിനിസ്റ്ററിനെ ത്രട്ടൺ ചെയ്തപ്പോ ഈ മിനിസ്റ്റർ എന്ത് ചെയ്തു? അയാളുടെ കയ്യിലുള്ള ടൈഗറിനെ, ഒരു ഓൾഡ് ടൈഗറിനെ ആ രാജാവിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചു. ഓക്കെ, കാട്ടിൽ കൊണ്ടുവച്ചു. The king fired at it. രാജാവ് സന്തോഷമായി, രാജാവ് ഫയർ ചെയ്തു. പക്ഷേ but the tiger escaped the bullet miraculously. രാജാവ് വിചാരിച്ചത് മരിച്ചുപോയിന്ന്, പക്ഷെ അത് ബോധം കെട്ടതായിരുന്നു, അത് ചത്തിട്ടില്ല. അതെന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. The royal hunters feared the king and so did not inform him. Rather they killed the beast themselves. പക്ഷെ ഇതിനെ കൊണ്ടുപോകുന്ന ആളുകൾ മനസ്സിലാക്കി അത് ജീവനോടെ ഉണ്ടെന്ന്, പക്ഷെ രാജാവിനെ ഭയന്നിട്ട് അവര് തന്നെ അതിനെ വകവരുത്തി. അപ്പൊ രാജാവ് 100ാമത്തതിനെ കൊന്നിട്ടില്ല. The king was satisfied. രാജാവിന് വല്ലാത്ത സന്തോഷമായി. That he had evaded death and now celebrated its son's birthday. അങ്ങനെ രാജ്യകാര്യങ്ങളിലൊന്നും അയാൾ താല്പര്യമില്ലാതെ ഇതിന്റെ കൊലപാതകത്തിന്റെ പിന്നാലെ മാത്രമായിരുന്നു. ഇപ്പോ എല്ലാം പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്, ഇയാളുടെ മകനെയൊക്കെ ശ്രദ്ധിക്കാൻ ഇയാൾ തുടങ്ങി. മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വിചാരിച്ചു. He got a wooden toy tiger as a gift for the prince. അയാളൊരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് എന്ത് ചെയ്യാണ്? ഒരു വുഡൻ ടോയ് വാങ്ങിക്കുകയാണ്. എന്തിന്റെ? ടൈഗറിന്റെ ടോയ് വാങ്ങിക്കുകയാണ്. ആ ടോയ് അത്ര ഭംഗിയുള്ളതൊന്നുമല്ല, പക്ഷെ ഷോപ്പ് കീപ്പർ അയാളെ പറ്റിക്കുകയാണ്. നമ്മുടെ ഒരു നല്ല എന്തല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു കാർപ്പൻറ്റർ ഉണ്ടാക്കിയതല്ല ഇത്. ഏതായാലും ഈ രാജാവ് അത് ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങി. Although it was poorly done, the shopkeeper, fearing punishment under the rules of the emergency, charged a high price. As both the king and his son were playing with the tiger, one of the thin pieces of the wood that were erupting out of the wooden tiger like feathers pierced the king's right hand. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ഒരു ചെറിയ ആര് പോലൊരു സാധനം, ഈ വുഡിന്റെ മേലെ ഉണ്ടാകുന്ന പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഫെദർ പോലെയുള്ള സാധനം, ചെറിയ സാധനം ഇയാളുടെ കയ്യിലേക്ക് എന്ത് ചെയ്തു? കയറി. ഓക്കെ, ദ വൂണ്ട്. അപ്പൊ രാജാവ് ശ്രദ്ധിച്ചില്ല, പ്രശ്നമൊന്നുമില്ല, കളിക്കാൻ തുടങ്ങി. പിന്നെയും കുട്ടിയുടെ കൂടെ തന്നെ കളിച്ചു. ദ വൂണ്ട് ബിക്കെയിം ഇൻഫെക്ഷൻ ഉണ്ടായി. സ്പ്രെഡ് ത്രൂ ഹിസ് ആം, കൈകളിൽ മുഴുവനും അത് പടർന്നു. ആൻഡ് ആസ് ഹി വാസ് ബീയിങ് ഓപ്പറേറ്റഡ് അപ്പോൺ he died. ഡോക്ടേഴ്സ് വന്നു, ചികിത്സിച്ചു, ഓപ്പറേറ്റ് ചെയ്തു, ആള് തട്ടിപ്പോയി. സോ ഐറണിക്കലി the 100 tiger killed the king. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐറണിക്കലി നമുക്ക് പറയാം 100th ടൈഗർ തന്നെയാണ് ഇയാളെ കൊന്നത്. ആൻഡ് ഇവൻച്വലി took its revenge. അങ്ങനെ അവസാനം
അയാളുടെ ആ ഒരു റിവെഞ്ച് അവിടെ അവസാനിക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ ടൈഗേഴ്സിന്റെ ആ ഒരു റിവെഞ്ച് അവർ എടുക്കുക തന്നെ ചെയ്തു. ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ചാപ്റ്റർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ 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 സോ സാഡ്. ഹു ഈസ് റെഡി അല്ലേ? ഓക്കെ, ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന്റെ കാര്യം പറയുന്നുണ്ട്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ചെറിയൊരു ബ്രിട്ടീഷേഴ്സിന്റെ സമയത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽ വന്നിട്ടുണ്ടായിരുന്നു, ടൈഗറിനെ ഹണ്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള, അടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു, വാൺ ചെയ്തിട്ട് തിരിച്ചയക്കാണ്, സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇയാൾ എന്ത് ചെയ്യാണ്, ഫിയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന്റെ പേരിൽ തന്റെ രാജ്യത്തെ തന്നെ എന്ത് ചെയ്യാം, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് അയാളെ ഡയമണ്ട് റിങ്സ് ഒക്കെ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതും അയാളുടെ ഒരു എമൗണ്ട് 3 ലക്ഷം രൂപ അയാൾക്ക് നഷ്ടപ്പെടുന്നതൊക്കെ. പക്ഷെ അയാൾ കുഴപ്പമില്ല, കാരണം എന്താ, ഇതിൽ നിന്നും എനിക്ക് ടൈഗേഴ്സിനെ ഫ്രീ ആയി കിട്ടുമല്ലോ, എന്റെ ജീവനാണല്ലോ ഇവിടെ വലുത് എന്ന് അയാൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആൻസർ എനി ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 120 or 150 words. 6 മാർക്കിന്റെയാണ് ക്വസ്റ്റ്യൻ. ഇതാണ്, ഡിസ്ക്രൈബ് ദ എഫേർട്സ് മെയ്ഡ് ബൈ ദ ടൈഗർ കിങ് ടു അച്ചീവ് ഹിസ് ടാർഗറ്റ് ഓഫ് killing 100 tigers. Answer, the Maharaja of Pradibandhapuram was known as the Tiger King. At the time of his birth, the astrologers had declared that the prince would die one day. At the prophecy, the 10-day-old prince asked the astrologers to reveal the manner of his death. The wise men, though baffled by his miracle, declared that the prince's death would come from a tiger. When the prince came of age, he took matters in his own hands and killed a tiger. On sharing these details with the astrologer, he stated that it did not mean that the king was safe. As a matter of fact, he must be careful about the 100 tiger. Therefore, the king decided to kill 100 tigers. He thus got the name Tiger King. In his initial years a king, he killed around 70 tigers. He also killed around 29 tigers in the forest belonging to his father-in-law. Somehow, the 100th tiger was arranged for him to kill, but the tiger did not die when it was shot. Later, the soldiers killed the tiger, and with this, the king achieved his dream of killing 100 tigers. കഴിഞ്ഞു. അതാണ് ഒരു മെയിൻ ക്വസ്റ്റ്യൻ അതിനകത്ത് ചോദിച്ചത്. ഇനി എന്ത് ചോദിക്കുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ അകത്തുനിന്നും ഈ സമ്മറിക്ക് അകത്തുനിന്നും എടുത്ത് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. സോ അതാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ട, നമ്മളിങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റേഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഫോർമാറ്റുകൾ നമ്മൾ നാളെ എന്ത് ചെയ്യുന്നതാണ്, ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അത് ആ ഫോർമാറ്റ് വെച്ചിട്ട് നിങ്ങൾ ഈ സ്റ്റോറി എന്ത് ചെയ്താൽ മതി, അതിനകത്തേക്ക് കൊടുത്താൽ മതി. ഇനി ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ കാണുന്നു, എന്താണ് നമ്മുടെ ടൈം ട്രാവലർ അതൊരു ഡൗട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് സൈക്കോളജിക്കൽ ആണോ എന്നുള്ള ഒരു സംശയം. അത് എന്താന്ന് വെച്ചാല്, ഈ നിങ്ങൾക്ക് ടൈം ട്രാവലർ ആണ് അതെന്ന് വിശ്വസിക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ, നോ പ്രോബ്ലം, അതൊരു പ്രശ്നമൊന്നുമില്ല. തേർഡ് ലെവലിന്റെ കാര്യമാട്ടോ പറയുന്നത്. അപ്പൊ അത് അങ്ങനെ തന്നെയാണ്, അതിൽ ഒതന്റിക് ആയിട്ട് പറയുന്നുണ്ട്, ടൈം ട്രാവലർ തന്നെ എന്ന് പറയുന്നുണ്ട്. അല്ല, അതിനെ കുറച്ചുകൂടെ ഹയർ ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളെ അടുത്ത് എന്താ പറയാ, I am a psychologist also, okay, not psychiatrist. അപ്പോൾ ഈ കൗൺസിലിങ്ങിന് വരുന്ന ആളുകൾ ഒരുപാട് വിചിത്രമായ കഥകൾ പറയാറുണ്ട്. മരിച്ചുപോയ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, അതിന് ഒരുപാട് തെളിവുകൾ അവരുടെ കയ്യിലുണ്ടാവാറുണ്ട്. അവർ ഒരുപാട് എന്താ പറയുക, സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത കാര്യങ്ങൾ പറയാറുണ്ട്, രാത്രിയിൽ ഇങ്ങനെ ഭാഷയിൽ സംസാരിച്ചത് അവർ പറയാറുണ്ട്, അവരുടെ പാരൻസ് പറയാറുണ്ട്, ഞങ്ങൾ കണ്ടു, അവൻ ഇങ്ങനെ എയറിൽ പോകുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഇതിനൊക്കെ പിന്നിലൊരു റീസൺ ഉണ്ടാവും. ഓക്കെ, ആ റീസൺ എന്താണെന്ന്, അവർ ചെറിയ കുട്ടി വലിയ ആളുടെ ശബ്ദത്തിൽ സംസാരിക്കുക, ഇതൊക്കെ ഒരു റീസൺ ഇതിൻ്റെ പിന്നിലുണ്ടാവും, സയൻസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ശരിക്കും ഓതർ ഒരു എന്താ പറയാ, മറ്റൊരു പൊതി ടൈം ട്രാവലിന്റെ പൊതി ഇട്ടിട്ട് ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഇനി ബാക്കി ഭാഗത്തേക്ക് വരാം. നമ്മുടെ ചാപ്റ്റർ ദ എനിമി എന്ന് പറയുന്ന പേൾസ്ബർഗിന്റെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റെഡി അല്ലേ? അടിപൊളി. തേർഡ് ലെവൽ ഒന്നുകൂടെ പറയുമോ? തേർഡ് ലെവൽ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഫസ്റ്റ് മുതൽ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, ആദിത്യൻ. നെക്സ്റ്റ്
നെക്സ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് വരാം. ഓക്കെ, എനിമിയാണ് നമ്മൾ പറയുന്നത്. എനിമി വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇറ്റ് ഈസ് അബൌട്ട് എ ജാപ്പനീസ് സർജൻ ഹൂസ് നെയിം ഇസ് സദോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഡോക്ടർ സർജന്റെ കഥയാണ്. ഓക്കെ, ഹി സ്റ്റഡീസ് ഇൻ അമേരിക്ക ആൻഡ് മാരീസ് എ ജാപ്പനീസ് ഗേൾ. World War II broke during that time. ആ സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത്. All the doctors were under the obligation to go to Japanese army. എല്ലാ ഡോക്ടേഴ്സിനോടും പറഞ്ഞു നിങ്ങൾ ജപ്പാനിലേക്ക് തിരിച്ചു വരണം, ജപ്പാനീസ് ആർമിയുടെ കൂടെ നിങ്ങൾ സേവനം അനുഷ്ഠിക്കണം. However, Sadao stayed back in with an old general. As the old general was ailing, he was in need of Sadao. Okay, however, we learned that how an American Navy man finds his way to Sadao's life. As the soldier was not well, Sadao offers him medical help. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അമേരിക്കക്കാരുമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കക്കാരനായിട്ടുള്ള ഒരു പട്ടാളക്കാരന് ഒരു അപകടം പറ്റിയിട്ട് സദാവോയുടെ മുമ്പിലേക്ക് വരികയാണ്. അവിടെ അയാള് എന്താ പറയാ, അയാളുടെ രാജ്യമല്ല നോക്കിയത്, ഒരു പേഷ്യന്റ് തന്റെ മുന്നിലേക്ക് വന്നു, അയാളെ സംരക്ഷിക്കാൻ ഇയാൾ തയ്യാറാവുകയാണ്, ചികിത്സിക്കാൻ ഇയാൾ തയ്യാറാവുകയാണ്. സദാവോ വാസ് നോട്ട് വില്ലിംഗ് ടു ഹെൽപ് ദ എനിമി ബട്ട് ഹി ഡസ്. ആ എനിമിയെ ആദ്യം ഒന്നും അയാൾ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ സഹായിക്കാനോ തയ്യാറായില്ല, പക്ഷെ അയാൾ ചെയ്തു. ഇവഞ്ച്വലി ഹി ഓൾസോ നോസ് ദ ഡേഞ്ചർ he has got himself into by helping the enemy. താൻ ഈ എനിമിയെ എങ്ങാനും രക്ഷിച്ചു എന്ന് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അപകടത്തെക്കുറിച്ചും അയാൾക്ക് അറിയാമായിരുന്നു. Due to this, Sadao conspires to kill the soldier in his sleep. അതുകൊണ്ട് അയാളുടെ ഉറക്കത്തിൽ ഈ പറയുന്ന സദാവോനെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാൾ തീരുമാനിക്കുകയാണ്. റിക്കവർ ആയ ഈ അമേരിക്കൻ സോൾജറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാൾ തീരുമാനിക്കുകയാണ്. However, Sadao decides to save him because of humanity and brotherhood. ഏതിരുന്നാലും അവസാനമാകുമ്പോൾ സദാവോ അയാളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് കാരണം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The Enemy is a short story written by Pearl S. Buck. ആ പേര് ഓർത്തു വെക്കുക, Pearl S. Buck ആണത് എഴുതിയത്. It is about a Japanese surgeon, Sadao. Then he went to study in America and meets a Japanese girl, Hana, there. He marries her and brings her back in Japan and to settle down. Okay, this was the time of World War II. Thus all the doctors were called upon to save the Japanese army. Japanese army serve ചെയ്യാൻ എല്ലാവരെയും ക്ഷണിച്ചു. The World War II സമയത്ത്. However, they allowed Sadao to stay back. ഏതായാലും സദാവിനെ മാത്രം വീട്ടിൽ തന്നെ നിന്നോ, ഇവിടേക്ക് യുദ്ധമുഖത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞു. It was because he was attending the old general who was on his deathbed. കാരണം ഓൾഡ് ജനറൽ അയാളുടെ മരണശൈലിയിലാണ്, അയാൾക്കൊരു ഡോക്ടർ ആവശ്യമുണ്ട്, അയാളെ നോക്കാനാണ് സദാവോടെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. However, one night an accident changes his life. അങ്ങനെ ഒരു ദിവസം ഒരു അപകടം അയാളുടെ ജീവിതം മാറ്റിമറിക്കുകയാണ്. He encounters an American Navy man who is injured by a gunshot dying. അങ്ങനെ ഒരു ദിവസം ഒരു അമേരിക്കൻ നേവി മാൻ അയാളെ എന്ത് ചെയ്യുന്നു, അയാളെ എൻകൗണ്ടർ ചെയ്യുന്നു, അയാളെ കണ്ടുമുട്ടുന്നു. ഹു ഇസ് ഇൻജേർഡ് ബൈ ഗൺ ഷോട്ട് ആൻഡ് ഡൈയിങ്. ഗൺഷോട്ട് കിട്ടിയിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, സോൾജറാണ് അയാൾ കിട്ടിയത്. Although Sadao was in no mind to help the enemy, തന്റെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന ഇയാളെ സഹായിക്കാൻ സദാവോ തയ്യാറായില്ല, കാരണം അയാളെ എനിമിയാണ് അല്ലെ. He takes in young soldier and provides him with medical assistance. ഏതായാലും അയാൾ മനസ്സോട് കൂടിയിട്ട് ഇയാളെ ഒരുപാട് ചിന്തിച്ചിട്ട് ഇയാളെ പിടിച്ച് വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോയി. He keeps him at the house to avert any dangers coming in his way. He keeps him at his house. വീട്ടിനകത്ത് വെച്ചു, പ്രശ്നങ്ങൾ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. However, he knew he has opened doors to danger by helping the enemy. ഏതായാലും ഇയാൾക്ക് കാര്യം മനസ്സിലായി, എന്താ ഞാനിത് നല്ല വാതിലല്ല തുറന്നത്, അപകടത്തിന്റെ വാതിലാണ് ഞാൻ എന്റെ മുമ്പിലേക്ക് തുറന്നിട്ടുള്ളത് എന്ന് അയാൾക്ക് മനസ്സിലായി. His servants desired to leave Sadao too. സെർവൻസിനും ഇത് കണ്ടു നിൽക്കാൻ വയ്യ, അവരും പ്രശ്നത്തിലേക്ക് ഇടപെടാൻ വയ്യ, അതുകൊണ്ട് അവരെല്ലാവരും അയാളെ ഉപേക്ഷിച്ചു പോയി. As the days kept passing, the soldier was now beginning to gain his health back. ഏതായാലും നമ്മുടെ സോൾജർ അയാളുടെ ആരോഗ്യം എന്താ പറയാ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. Now that the soldier was no longer Sadao's patient. ഏതായാലും ഇപ്പോ നമ്മുടെ സോൾജർ സദാവോയുടെ പേഷ്യന്റ് അല്ല. He decided to kill him off his sleep. അസുഖം മാറിയത് കൊണ്ട് അയാൾ ഇനി പേഷ്യന്റ് അല്ലല്ലോ, ഇനി അയാളെ കൊല്ലാം ഉറങ്ങുന്ന സമയത്ത്. He informs the general of the American. അയാൾ ജനറലിനോട് ഈ അമേരിക്കക്കാരനെ കുറിച്ചിട്ട് പറഞ്ഞു. And thus general reciprocates എന്ന് പറഞ്ഞാൽ do the same. അയാൾ പറഞ്ഞു ഓക്കെ നമുക്ക് നടപടി എടുക്കാം, അയാളുടെ പേര് നടപടി എടുക്കാം. They decide to send private assassins to kill the American soldiers. Private assassinsനെ അവർ വരുത്തി ഓക്കെ ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട്. While waiting for the assassins, Sadao starts noticing it was delaying. സമയം ഒരുപാട് വൈകുന്നതായിട്ട് സദാവോ മനസ്സിലാക്കി. However, during this course
humanity in Sadao arises. ഈ സമയത്താണ് ഈ സദാവുടെ ഉള്ളിൽ ഉള്ള ഹ്യൂമാനിറ്റി എന്ത് ചെയ്യുന്നു വർക്ക്ഔട്ട് ആവുന്നത് അല്ലെ. നമ്മുടെ ഉള്ളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് പെട്ടെന്ന് അത് വർക്ക്ഔട്ട് ആവും, ചില ആളുകൾ പെട്ടെന്ന് സഹായിക്കും ആളുകളെ. നമ്മൾ ചിലപ്പോൾ 10 കിലോമീറ്റർ അപ്പുറത്തെത്തിയിട്ടുണ്ടാവും, എന്നിട്ട് ആൾ ആലോചിക്കുക അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അല്ലേ, പാവം അയാൾ വീണെടുക്കായിരുന്നു, എൻ്റെ സ്കൂളിലെ മാഷല്ലേ, ഞാനത് നോക്കണമായിരുന്നു എന്ന് കുറച്ച് ഡിലേ ഉണ്ടാവും ചില ആൾക്കാർക്ക്. ഈ ഡിലേ ഉണ്ടായിരുന്നില്ല സദാവുന്ന്. ഹി റിയലൈസസ് ദാറ്റ് ഹി ഈസ് എ ഹ്യൂമൻ ബീയിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അയാൾ വിചാരിക്കുകയാണ് ഏതായാലും അയാളൊരു മനുഷ്യനല്ലേ എന്ന് അയാൾ തീരുമാനിക്കുകയാണ്. ഹി നൗ റെക്കഗ്നൈസ് ദ വാല്യൂ ഓഫ് ഹ്യൂമൻ ലൈഫ് ആസ് വെൽ ആസ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. യൂണിവേഴ്സൽ ബ്രദർഹുഡിനെ കുറിച്ചും അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫിന്റെ വാല്യൂയെ കുറിച്ചും ഒക്കെ ഡോക്ടറായ സദാവോ മനസ്സിലാക്കാണ്. This opens his mind which was limited to race, boundaries and wars. ഇങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് വിശാലമാവുകയാണ്. എന്താണ്, നിറത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ വാർസിനപ്പുറത്തേക്ക്, അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് അതിനപ്പുറത്തേക്കൊക്കെ ഇയാളുടെ മനസ്സൊന്നും കൂടെ വിശാലമായിട്ട് മാറുകയാണ്. Finally, he comes to the conclusion that American soldier is not his enemy just because he belongs to another country. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അവിടെ. എന്താണ്, മറ്റൊരു രാജ്യക്കാരനായതുകൊണ്ട് മാത്രം ഇയാൾ എൻ്റെ ശത്രു ആവുന്നില്ല അല്ലെ. നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിൽ ആരൊക്കെയോ ക്രിയേറ്റ് ചെയ്യുന്ന കുറെ എനിമിറ്റി ഉണ്ട്. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളോട് നമുക്കൊരു ശത്രുത ഉണ്ടാവാറുണ്ട്. ചില രാജ്യങ്ങളോട്, ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് നമുക്കൊരു ശത്രുത തോന്നിപ്പിക്കാറുണ്ട് അല്ലെ. അതൊക്കെ വളരെ ടാക്ടിക്ഫുള്ളി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത്തരം ടാക്ടിക്സിനെയാണ് അവിടെ ഓതർ പൊളിക്കുന്നത്. ഓക്കെ, അപ്പൊ ജപ്പാനുകാരും ഈ US-കാരും തമ്മിലുള്ള ഒരു വൈരാഗ്യത്തെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. അപ്പൊ ആ ഒരു കാര്യം മുതലെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓതർ ഈ കഥയിലൂടെ ശ്രമിക്കുന്നത്. Thus he arises above the prejudices and does the right thing by helping the American soldier escape, thus saving his life. നമുക്കറിയാലോ ഒരുപാട് യുദ്ധമുഖങ്ങളിൽ ഇന്നും, ഇതൊക്കെ നിങ്ങൾക്ക് അഡീഷണലി എഴുതാൻ പറ്റുന്ന സാധനങ്ങളാട്ടോ, ഇന്നും ഒരുപാട് യുദ്ധമുഖങ്ങളിലൊക്കെ പല രാജ്യക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ഇറാഖിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അവര് എന്താ പറയുക യുദ്ധം ചെയ്ത സമയത്ത് അമേരിക്കക്കാരായിട്ടുള്ള ഒരുപാട് എന്താ പറയാ ഈ ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഈ ഹ്യൂമാനിറ്റേറിയൻസ്, ഫിലാന്ത്രോഫിസ്റ്റ് എന്ന് വെച്ചാൽ മനുഷ്യ സ്നേഹികൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ബോംബ് ഇട്ട് തകർന്ന് മരിച്ചു പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അമേരിക്കക്കാർ മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരുണ്ട്. അപ്പൊ ഇതാണ് ബ്രദർഹുഡ് എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഇതാണ്. അത് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്ക് ആ തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വാറുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന എനിമിറ്റിയോ ഒന്നും നമുക്കൊന്നും അല്ലാതെയായിട്ട് മാറും. ഓക്കെ, ഇതാണ് ഇയാൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു എന്താണ് ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്. To sum up, we learn how to love and compassion. To have compassion can make us better human beings as opposed to prejudices and biases against other people with whom we do not share anything but the bond of being humans. Okay, next ഇതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങളാണ്. What is the main theme of the story, enemy? The main theme of the story, the enemy, revolves around the concept of humanity and compassion during times of war. യുദ്ധത്തിന്റെ സമയത്ത് പോലും കമ്പാഷൻ ആളുകളോട്, ആളുകളോട് കമ്പാഷൻ ഉണ്ടാവുന്ന ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. It explores the idea that even in the midst of conflict and hostility, individuals can still find empathy and understanding for their supposed enemies. അവരുടെ supposed enemiesനോട് നമുക്ക് ആ സമയത്ത് പോലും നമുക്ക് എന്ത് ചെയ്യാം, കരുണ കാണിക്കാം, എമ്പതി കാണിക്കാം, ഹോസ്റ്റിലിറ്റി കാണിക്കാം, എന്താണ് അണ്ടർസ്റ്റാൻഡിങ് കാണിക്കാം എന്നതൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു തീം എന്ന് പറയുന്നത് സ്റ്റോറിയുടെ. വാട്ട് കോൺഫ്ലിക്ട് ഡസ് ഡോക്ടർ Hockey faced in the enemy? Dr. Hockey faced multiple conflicts in the enemy. Firstly, he struggles with his duty as a Japanese citizen and the expectation to prioritize his country's interest over the life of an enemy soldier. Additionally, he faces internal conflict as he battles with his own emotions and the fear of being discovered by the authorities for hiding Tom. Tom എന്ന് പറയുന്ന ആളെ ഹൈഡ് ചെയ്യുന്നതിൽ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു ഫിയർ ആണ്, അതോറിറ്റീസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ഫിയർ ആണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പേടിക്കുന്നു, പറയാൻ, നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ ഭയക്കുന്നു അല്ലെ. ഇപ്പൊ കോടതിയെ, സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതിയെ, ജുഡീഷ്യറിയെ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ഭയമാണ്. കാരണം നമുക്കെതിരെ കേസ് വരുമോ എന്നുള്ള ഭയമാണ്.
ഓക്കെ, അല്ല നമുക്ക് തോന്നുന്നുണ്ട് അത് തെറ്റാണ്, കോടതി വിധി ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു ഭയം ഉണ്ടാക്കുന്നുണ്ട്. സോ എന്തിനാണ് അങ്ങനെ ഒരു ഫിയർ നമ്മളിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യുന്നത്? ചില ചിഹ്നങ്ങളിലേക്ക് നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു എന്താ പറയാ ഫിയർ നമ്മളിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യുന്നത്? ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ എൻഡിങ് ഓഫ് ദ എനിമി? ആ എൻഡിങ്ങിന്റെ പ്രത്യേകത എന്താണ്? The ending of enemy is significant as it shows the consequences of Dr. Hawking's compassionate actions. Despite his efforts to save Tom, the story ends with Tom's death due to an attack by another American soldier. This highlights the tragic nature of war and the futility of humans' conflict and reinforcing the central theme of the story. Okay. Why did Sadao, കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Why did Sadao go to America? Sadao was sent to America by his father at the age of 22 to learn surgery and medicine. അല്ലേ? He had come back at the age of 30 and before his father died, he had seen Sadao become a famous surgeon and scientist. നമ്മളും അതുപോലെ ആവണം, വേണ്ടേ? വേണം. During his stay in America, he had quite an unpleasant experience with the white people. He had faced great difficulty in finding place to stay because he was a Japanese. അത് സ്വാഭാവികമാണ്, ഇന്ത്യക്കാരൊക്കെ പോയാൽ ഇഷ്ടം പോലെ സംഭവിക്കുന്നതാണ്. അത് ഈ അമേരിക്കയിൽ തന്നെ പോകണമെന്നില്ല, ഇവിടെ നമ്മളെ ഓസ്ട്രേലിയയിലാണെങ്കിലോ അല്ലെങ്കിൽ UK-യിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. The Americans had been full of prejudices and it had been a bitter experience to live with it. Acknowledging the same them as superior, അവർ superior ആണെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അക്നോളജ് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ അവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. He had despised the ignorant and dirty old woman who had at last consented to house him in her miserable home. He had once tried to be grateful to her because she had nursed him through the influenza, but it was difficult for she was no less repulsive to him in her kindness. Answer the question in the context and the following lines from enemies. അത് enemy എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു സെന്റൻസ് വന്നിട്ടുണ്ട്. Stupid yummy, she muttered fazily. Is this anything but a man and a wounded helpless man? In the conviction of her own superiority, she bent impulsively and untied the knot rug that kept the white man covered. Explain the superiority Hannah is convinced about her. In the given lines, Anna is expressing her frustration with Yummy, who is hesitant to help her with the wounded white man. By saying, is this anything but a man and a wounded helpless man, Anna is highlighting the fact that they all are humans regardless of the race and nationality. She believes that their common humanity makes it their moral duty to help a wounded man. These lines, she is asserting her own interventions and belief that in the importance of doing the right thing, even if it goes against traditional values or societal norms. This demonstrates her sense of moral superiority over Yummy, who is more concerned with following the strict rules of a society than helping the fellow human beings. Okay. ഇനി നെക്സ്റ്റ് ജേർണി ടു ദ എൻഡ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ദ ലെസൺ ജേർണി ടു ദ എൻഡ് ഓഫ് ദ എർത്ത് ഈസ് അബൌട്ട് ദ ഓതർ ട്രാവലിംഗ് അന്റാർട്ടിക്ക. ഓക്കെ, റെഡി അല്ലേ? റെഡി അല്ലേ മക്കളെ? ഹോക്കി സദാവിന്റെ പേരാണ് ഹോക്കി. ഓക്കെ ഓക്കെ, മെയ്ഡാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചാറ്റുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കുറച്ച് സമയം ക്ലാസ് ഉണ്ടാവുള്ളൂ, ആ സമയം നമ്മളിത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ എല്ലാ പോയിന്റ്സും എന്ത് ചെയ്യുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരൂല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക പറയുന്നുണ്ടാവുക. ഇമ്പോർട്ടൻ്റ് ആണ് ഓതറിൻ്റെ നെയിം, സോ അതിലേക്ക് ഫോക്കസ്ഡ് ആവുക. ഞാൻ ചാറ്റിലേക്ക് നോക്കുമ്പോൾ വേറെ പല ഡിസ്ട്രാക്ഷൻസും കാണുമ്പോൾ നമുക്ക് എന്താവില്ല, ആ ഒരു ഫ്ലോയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പരീക്ഷയല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ സോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം, നല്ലൊരു മെസ്സേജ് കണ്ടപ്പോൾ
ഒരു പ്രത്യേക ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഇല്ലാത്തൊരു പ്രശ്നം. നിങ്ങൾ അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെ ആയിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും സീരിയസ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, CBSE പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. സോ ഇറ്റ് ഇസ് വെരി ടഫ് സബ്ജക്ട്സ് സിലബസ്. സോ നിങ്ങൾക്കൊരു 10-14 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ആ ഒരു 14 വർഷം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇംഗ്ലീഷ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ പരീക്ഷയെ നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ എഴുതുന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം. നോ വൺ ഇസ് ബെറ്റർ ദാൻ മീ, എന്നെക്കാളും മികച്ചതായി മറ്റൊരാളില്ല എന്നൊരു ബോധ്യം, ഒരു തോന്നൽ. നിങ്ങളുടെ മൈൻഡാണ് ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. ആ പവർ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് പോയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം, നന്നായിട്ട് പോയിട്ട് എന്ത് ചെയ്യണം, എക്സാം അറ്റൻഡ് ചെയ്യണം. ഈ ഹാഫ് ഹാർട്ടഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല, ഒരു എക്സാമിനേഷനും വിജയിക്കാൻ കഴിയില്ല. ഏറ്റവും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക, ഏറ്റവും നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, ഏറ്റവും നന്നായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആവുക. ഞാൻ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഈ രീതിയിൽ എഴുതുമെന്നുള്ള ഒരു പ്രിപ്പറേഷനോട് കൂടി പോവുക, നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനിയും അതിനകത്ത് വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, കോൺഫിഡൻസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യേണ്ടത്, ഓക്കെ, ഈ പറഞ്ഞ പോലെ ജോബ് ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ജോബ് ആപ്ലിക്കേഷൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ജോബ് ആപ്ലിക്കേഷൻ മിക്കവാറും നാളെയാണ് നമ്മുടെ ആ ഒരു ഡേറ്റ്, നാളെ ആണ് നമ്മുടെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ജോബ് ആപ്ലിക്കേഷൻ സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞുതരാം. ഒരു അഡ്വർടൈസ്മെന്റ് തന്നിട്ട്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെന്റ് തന്നിട്ട് നമ്മളോട് ആ ജോലിക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ടീച്ചറുടെ ജോലിയാണ്, ടീച്ചറുടെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനും നിങ്ങളെ റെസ്യൂം അയക്കാനും വേണ്ടിയിട്ടാണ് പറയാം, ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നമ്മൾ അതിനെ ഒരു ഫോർമൽ ലെറ്ററിന്റെ രീതിയിലേക്ക് എഴുതുക. ഫോർമൽ ലെറ്ററിന്റെ രീതി എന്താണ്? നമുക്കറിയാം എന്താണ് ആദ്യം എഴുതേണ്ടത്. ഫ്രം അഡ്രസ് എഴുതണം അല്ലെ, പിന്നെ ഡേറ്റ് എഴുതണം, പിന്നെ എന്താ വേണ്ടത്, ടു അഡ്രസ് എഴുതണം. ശേഷം എന്താണ്, ഡിയർ സാർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സാർ എന്ന് എഴുതണം, കോമ എഴുതുന്നു. താഴെ സബ്ജക്റ്റ് എഴുതുന്നു. സബ്ജക്റ്റ് ചെയ്തിട്ട് സബ്ജക്റ്റ് എന്താ, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ എന്ന് പറയുന്നു. താഴെ ഇൻ റെഫറൻസ് ടു ദ അഡ്വർടൈസ്മെന്റ് ഡേറ്റഡ് എന്ന് പറയേണ്ട ഡേറ്റും കൊടുക്കുക. ഈ പത്രത്തിൽ വന്ന ഈ അഡ്വർടൈസ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കത്ത് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നെ ഈ പോസ്റ്റിനാണ് അയക്കുന്നത് എന്ന് പറയാം. അത് ക്ലിയർ ആയിരിക്കണം ആദ്യത്തെ ലൈൻസിൽ തന്നെ. ശേഷം നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അവിടെ പറയാം. ശേഷം താഴെ ഹോപ്പിംഗ് ഫോർ യുവർ റിപ്ലൈ സൂൺ എന്ന് പറഞ്ഞിട്ട് താഴെ അവസാനിപ്പിക്കുന്നു. ഇവിടെ സിൻസിയർലി SD സിഗ്നേച്ചർ കഴിഞ്ഞു. ഇതാണ് ലെറ്റർ. ഇനി ഇതിനൊരു താഴെയായിട്ട് നമ്മൾ റെസ്യൂം അയക്കാനുണ്ട്. റെസ്യൂം എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്, ബയോഡാറ്റയാണ് അല്ലേ. റെസ്യൂമിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വേണ്ടത്, നെയിം വേണം, അതുപോലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്മുടെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ നമ്മളെ ഇമെയിൽ ID, അതുപോലെ നമ്മളെ അഡ്രസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ്, നമ്മളെ ഈ ഒരു ജോലി തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജസ് നോണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഓക്കെ, അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റുകൾ എന്ന് വെച്ചാൽ വേറെ റീഡിങ് എനിക്ക് ഇൻട്രസ്റ്റ് ആണ്, അതുപോലെ തന്നെ റൈറ്റിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇൻട്രസ്റ്റുകൾ കൊടുക്കുന്നു. ശേഷം താഴെ ഒരു ഡിക്ലറേഷനും വേണം. ഡിക്ലറേഷൻ മസ്റ്റ് ആണ്, ഡിക്ലറേഷൻ ഉണ്ടാവണം. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ എബവ് മെൻഷൻഡ് ഇൻഫർമേഷൻ ആർ ഫുൾ ടു മൈ നോളജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ താഴെ സിഗ്നേച്ചറും കൊടുക്കുക. ഓക്കെ, ഇതാണ്. ഓക്കെ, റെഡി അല്ലേ? Okay, Ran Rajiv, you can contact me, no problem. ഡിപ്രഷൻ ആണെങ്കിൽ ഒന്നും പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാം ഞാൻ ചോദിക്കട്ടെ, ഇത് റെഡി ആയോ മക്കളെ? വേറെ എന്തൊക്കെയോ കോൺവെർസേഷനിലേക്ക് പോകുന്നു. പാരലൽ ലോങ്സ് ക്വസ്റ്റ്യൻസ് എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സല്യൂട്ടേഷൻ മുന്നേ എഴുതണ്ടേ? എന്താണ് സബ്ജക്റ്റ് അല്ലെ സല്യൂട്ടേഷൻ മുമ്പേ എഴുതണ്ടേ ചോദിക്കുന്നുണ്ട്. സബ്ജക്റ്റ് സല്യൂട്ടേഷന് മുമ്പേ എഴുതാം, ശേഷം എഴുതാം. ഏറ്റവും നല്ലത് നമ്മുടെ സല്യൂട്ടേഷന് ശേഷം എഴുതുന്നതാണ് കേട്ടോ. സല്യൂട്ടേഷന് ശേഷം എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ വേറെന്താ, റെഡിയാണോ? ബയോഡാറ്റയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ബയോഡാറ്റയാണ് ഞാൻ പറഞ്ഞത്. നെയിം, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നു. ഇതാണ്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അത് ഇത്രയും നേരം നിങ്ങൾ എന്നോട് JDയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നാളെ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയും. ഓക്കെ, സോ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. ഇതുപോലെയുള്ള ടെൻഷൻസ് ഒക്കെ ഫ്രീ ആക്കുക. ഓക്കെ, ജേണിയിലേക്ക് പോവാം. ജേണി ടു ദ എൻഡ് ഓഫ് ദ വേൾഡ് ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ ഈ ഒരു സപ്ലിമെന്ററി റീഡർ വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ബോക്സിലാണ് കേട്ടോ, ബോക്സിൽ തന്നെ എഴുതാം. സർ ഇപ്പോൾ മാർക്ക് കിട്ടുക, എങ്ങനെ മാർക്ക് കിട്ടുമെന്ന് ചോദിക്കുന്നത്. ടോം മരിച്ചു. ടോമിനെ അവസാനം കൊന്നു. ഓക്കെ, ആ യുദ്ധത്തിൽ തന്നെ അയാൾ മരിക്കുക ചെയ്യുന്നത്. അവിടെയാണ് ഈ ഒരു വാറിന്റെ ഒരു വല്ലാത്ത അവസ്ഥ
ദയനീയമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കേട്ടോ. ജേർണി ടു ദ എൻഡ് ഓഫ് ദ എർത്ത് ആണ് നമ്മൾ പറയുന്നത്. ദ ലെസൺ ജേർണി ടു ദ എൻഡ് ഓഫ് ദ എർത്ത് ഇസ് അബൌട്ട് ദ ഓതർ ട്രാവലിംഗ് ടു അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു യാത്രയെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ. ദ സദേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദ എർത്ത്, which is the southernmost part of the earth, when the author travels to Antarctica with high school students on board a Russian vessel. Okay, Russian vessel means Russian ship il high school students ആയിട്ട് ഇവർ ട്രാവൽ ചെയ്യാണ്. എവിടേക്ക്? അന്റാർട്ടിക്കയിലേക്കാണ് പോകുന്നത്. The two poles signifies the two ends of the earth, and this voyage took the author to 3 ecosystems and 6 checkpoints across 9 time zones. About Antarctica, she told that it was a place without any human inhabitants and biodiversity. It is the place where there is no noise, no pollution, no signboards and no trees and no humans. The title is suitable for the prose. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആട്ടോ ഞാൻ പറഞ്ഞത്. ഈ ടൈറ്റിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഈ ടൈറ്റിൽ എത്രത്തോളം ആപ്റ്റ് ആണ് എന്നതിന്റെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടെയാണ് ഞാൻ ഇവിടെ വായിച്ചത്. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററിന്റെ ഓതറിനെ ഒന്ന് കാണാം. തിഷാനി ദോഷി എന്ന് പറയുന്ന ഇന്ത്യക്കാരിയാണ്. ഇറ്റ്സ് എ പോയറ്റ് ആൻഡ് ജേർണലിസ്റ്റ് ആൻഡ് ഓൾസോ എ ഡാൻസർ ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ ഒരു ആട്ടക്കാരി കൂടെയാണ് അവര്. ഷീ ഹാസ് റിട്ടൺ മെനി ബുക്സ് ഓൺ ഫിക്ഷനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ടൈം ട്രാവലർ നമ്മുടെ 3rd ലെവൽ ഒരു ഫിക്ഷൻ ആണ്, സയൻസ് ഫിക്ഷൻ എഴുതുന്ന ആളാട്ടോ അത്. അയാൾ ഓതർ സയൻസ് ഫിക്ഷൻ എഴുതുന്ന ഓതറാണ്. ഷീ ഹാസ് ഡൺ BA ഫ്രം ക്വീൻസ് കോളേജ് ഇൻ നോർത്ത് കരോലിന ആൻഡ് also she is fond of traveling and her most exciting journey was to Antarctica. ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എഴുത്തുകാരാവുന്ന സമയത്തും കലാകാരന്മാരാവുന്ന സമയത്തും ജീവിതാനുഭവങ്ങൾ ഉണ്ടാവാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? യാത്രകൾ ഒരുപാട് ചെയ്യുന്നത് നല്ലതാണ്. യാത്രകൾ ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിലേക്കുള്ള യാത്രയാണ്. ആ ഒരു യാത്രയെ കുറിച്ച് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററും. മെയിൻ തീം ദ ചാപ്റ്റർ is an autobiographical point ഓർത്ത് നോക്കുക. account where she traveled to the end of the earth, that is Antarctica. അന്റാർട്ടിക്കയിലേക്ക്, എൻഡ് ഓഫ് ദ എർത്തിലേക്ക് പോയി. ഓക്കെ, ദ പ്ലേസ് ഡസ് നോട്ട് ഹാവ് എനി ഹ്യൂമൻസ് ലൈഫ്, ഇറ്റ്സ് ഇംപോസിബിൾ there. She traveled with high school students on a Russian ship. She said that if one needs to or wanted to understand the past, present and future of our planet, he or she needs to start its journey from the end. ആർക്കെങ്കിലും നമ്മുടെ ഭൂമിയുടെ, നമ്മുടെ പ്ലാനറ്റിന്റെ ഭാവി ഭൂതം വർത്തമാനം അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം അന്റാർട്ടിക്കയിൽ പോയിട്ട് അവിടെ നിന്നും യാത്ര തുടങ്ങണം എന്ന് പറഞ്ഞത്. Let us go to a journey with Tishani and other students to study earth life and processes. Start ചെയ്യാണ് the journey to the end of the earth. The narrator went on a ship along with the high school students with a program Students on Ice, which allows them to get experience and understand the changes in the climate pattern, which is the biggest threat to human life. The narrator starts by telling that minute details. As soon as she boarded the Russian research ship, the academic Shokalsky, and the voyage began 13.09 degree north of the equator in Chennai, crossing 9 time zones and traveling 100 hours to reach the destination. After reaching the destination, the narrator experienced the real scenario and saw 90% of the earth's surface is covered and stored in ice sheet. Okay, അത് 90% എന്താണ്? ഭൂമിക്കടിയിൽ ഐസിനടിയിലാണ് കിടക്കുന്നത്. Antarctica is the place whether anyone can come and research about Earth's past, present and future conditions. ഒരുപാട് എന്താ പറയുക, രാജ്യങ്ങളുടെ ശാസ്ത്ര പഠനത്തിനായിട്ടുള്ള സ്ഥാപനങ്ങൾ എവിടെ ഉണ്ട്? അന്റാർട്ടിക്കയിലുണ്ട്. സയന്റിസ്റ്റുകൾ അവിടെ ഉണ്ട്, വരുന്നു പോകുന്നു ആൾക്കാർ. The simple biolife and is the best place to experience and study the changes that can cause big threats to humanity. It is warned by the scientists all over the world that its further depletion of the ice sheets will cause the depletion of the ozone layer, which in turn will affect our lives and along with that affecting the flora and fauna of our nature. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിലെ ഐസ് എല്ലാം മെൽറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പറയുന്ന സോൺ തന്നെ ഇല്ലാതെയാവും. നമ്മുടെ ഫ്ലോറാസ് ആൻഡ് ഫ്യൂണാസ്, ആനിമൽസ് ആൻഡ് ഗ്രീനറി എല്ലാം നശിക്കുമെന്നാണ് പറയുന്നത്. Moreover, the burning fossil fuels has enveloped our atmosphere with the greenhouse gases and the impact is naturally devastating, which can be seen as the rising of the Earth's average temperature and the melting of the ice sheets in Antarctica.
കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ആ ഒരു ഫോസിൽ ഫ്യൂൽസിന്റെ അമിതമായ ഉപയോഗം കൊണ്ട് നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നിറഞ്ഞിട്ട് അല്ലെ CFC പോലുള്ള ഗ്യാസുകളൊക്കെ നിറഞ്ഞിട്ട് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും കേരളത്തിൽ ചൂടിന്റെ എന്താ പറയുക യെല്ലോ അലർട്ടുകളുള്ള സമയമാണ്. ഏറ്റവും കൂടുതൽ ചൂടുള്ള 6 ജില്ലകളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പുറത്തിറങ്ങുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കേരളം പറയുന്നുണ്ട്. സോ സാന്ദർഭികമായി ഒന്ന് ഓർമ്മിച്ചു എന്ന് മാത്രം, പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ദ ഹെഡ് ഓഫ് ദ സ്റ്റുഡൻസ് ഓൺ ദ ഐസ് പ്രോഗ്രാം Jeff Green believes firmly that the students are the policy makers of the future. Students are the policy makers of future. And they all will be concerned to save our planet and give suggestions to heal the wounds of the earth. ഭൂമിയുടെ മുറിവുകൾക്ക് ഉണക്കമേകാൻ അല്ലെങ്കിൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ കഴിവുള്ളവരാണ് കുട്ടികൾ. Further, if anyone wishes to study, the narrator gave them an example of microscopic phytoplanktons. These are the single-celled plants and have the capacity to nourish the entire southern ocean. They need solar energy to carry out this function and assimilate the carbon dioxide and in turn give out oxygen affecting marine life. Okay, they can നമ്മൾ അത്തരത്തിലുള്ള ചെടികളൊക്കെ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കടലിനടിയിലുള്ള ജീവജാലങ്ങളുടെ ഓക്സിജൻ കൂടെ ഇത് വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് വംശനാശം നേടുകയും ചെയ്യും. In the end, Tishani thinks about the beauty of the place and wishes that it should remain the same, as many change here will have an impact on the entire human life. അവിടെ നിന്നുകൊണ്ട് അവർ ആലോചിക്കുകയാണ് ഏത് ഈ സ്ഥലത്തിന്റെ ഈ ഒരു ഭംഗി ഇതുപോലെ തന്നെ നിലനിൽക്കണം. കാരണം ഈ സ്ഥലത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോകത്തിന് മുഴുവനും അതെന്ത് ചെയ്യും, സംഭവിക്കുക തന്നെ ചെയ്യും. അതുപോലെ ഒരു സ്ഥലമാണ് നമ്മുടെ ആമസോൺ എന്നതും കൂടെ നിങ്ങൾ അതിന്റെ കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ചേർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ആമസോൺ കാടുകളെ കുറിച്ചിട്ടും അതിലുണ്ടായിരുന്ന ആ ഒരു തീപിടുത്തത്തെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ആമസോൺ ഫയറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റീസെന്റ് ഇയേഴ്സിൽ 2 വർഷം മുമ്പേ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലാവുന്ന സമയത്ത് അത് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ആ ഫയറിനെ കുറിച്ചിട്ടും ഗ്രറ്റ തെൻബർഗ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഗ്രറ്റ തെൻബർഗ് അല്ലെ, ഗ്രറ്റ തെൻബർഗ് ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേസിൽ അവൾ സ്കൂളിൽ പോവാതെ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ മുമ്പിൽ അവൾ സമരം ചെയ്തു. ഒറ്റയാൾ സമരം ചെയ്ത പെൺകുട്ടിയാണ്. എന്തിനു വേണ്ടിയിട്ട്? ക്ലൈമറ്റിക് ചേഞ്ചിന് വേണ്ടിയിട്ട്. ഓക്കെ, ക്ലൈമറ്റിക് ചേഞ്ചുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഓർക്കുക. നമ്മുടെ ആൻസേഴ്സിൽ അഡീഷണൽ ആയിട്ട് ഇതിന്റെ പോയിന്റ്സ് ഒക്കെ ചേർത്ത് വെച്ചാൽ ഒരു ഇംപ്രഷൻ ഉണ്ടാവും. How is the Antarctica a crucial element in the debate on climatic change? Antarctica has been playing crucial role in debates on climatic pattern changes and it is the only place where the slightest of the changes will lead drastic threat to the human population. The world's climate has been changing very fast and if these affecting like these, it will soon affect the world's biodiversity and human and plant interdependence will also have been affected. What kind of indications do we get while visiting Antarctica to save Earth? Antarctica സന്ദർശിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഡിക്കേഷൻസ് ആണ് കിട്ടുന്നത് ഈ ഭൂമിയെ സംരക്ഷിക്കണമെന്നുള്ളത്? Tishani experiences of visiting Antarctica made everyone and especially all the posterity think about the future and not to harm our planet Earth. The new generation would be able to react as they are the policy makers and can take certain steps in time to save our Earth. Scientists warn that any changes would lead to the drastic change in our climatic pattern, leading to the threats of humankind. Then what? Tishani believed that to study even the slightest change, we need to come here to Antarctica. Okay, നമ്മുടെ ആ ചാപ്റ്റർ കഴിയാണ്. അതിനകത്ത് പറയാൻ വിട്ടുപോയ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? Then what? ഓക്കെ, അത് റെഡി ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, ഷുവർ. നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് വരാം. നെക്സ്റ്റ് ചാപ്റ്ററിന്റെ പേര് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് എന്നാണ്. ഭയങ്കര ഒരു ഇമോഷണലി നമ്മളെ വല്ലാതെ ഹോൾഡ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഓക്കെ, ഡയറി കോൺവെർസേഷൻ സ്പീച്ച്. ഓക്കെ, അതിൽ എന്തൊക്കെ ചോദിക്കുന്നുള്ളൂ. നേരെ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. വേ ഓഫ് ആൻസറിങ്, റൈറ്റിംഗ് അല്ലേ ഈ പറയുന്നത്? വേ ഓഫ് ആൻസറിംഗിൽ ഉദ്ദേശിക്കുന്ന റൈറ്റിംഗ് അല്ലേ? നമുക്ക് നാളെ അതിൻ്റെ ഒരു സെഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്
Okay. Next, on the face of it എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓതറിനെ പറ്റി നമുക്കൊന്ന് പറയാം. ആരാണ്? Dame Susan Elizabeth Hill ആണ്. Shortly named as Susan Hill is an English author and writer whose work spread across fictional and non-fictional stories. Some of her books have garnered worldwide attention and recognitions. The Woman in Black, The Mist in the Mirror, and I Am King of the Castle are some of examples of her great works. She's an author who she's an author who mostly writes books keeping in the mind of the youth of the current generation. ഇക്കാലത്ത് ജീവിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് കഥകൾ എഴുതുന്ന ആളാണ്. നമ്മുടെ വേറൊരാളുണ്ടല്ലോ, നിങ്ങൾ വളരെ പരിചിതരായിട്ടുള്ള മറ്റൊരാളുണ്ടല്ലോ, ഹാരി പോട്ടർ ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളുണ്ടല്ലോ അല്ലെ, ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന സമകാലീനായിട്ടുള്ള ഒരു ഓതർ ഉണ്ടല്ലോ, ഹാരി പോട്ടർ ഒക്കെ ഇതിൽ എന്താണ് പേരെന്താണ്? JK റൗളിംഗ് ആണ് കേട്ടോ, JK റൗളിംഗ് ആണ്. ഇവിടെ JK റൗളിംഗ് അല്ല, ഇവിടെ ആരാണ്? സൂസൻ ഹിൽസ് ആണ്. ഓക്കെ, നമുക്ക് നേരെ നോക്കാം. ഇനി നോക്കാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമോ? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മലയാളത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു ഇങ്ങനെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല സാർ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നേരെ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പറയുന്നു മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ എന്താ ചെയ്യുക? ഓക്കെ, ഡോൺ സജീവ്, എന്താണ് പ്രശ്നം? ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് വരാം. The story is about a little boy named Derry who is insecure about his burnt face. ഡെറി എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യൻ്റെയാണ് ഈ കഥ. ഓക്കെ, അവന് ഭയങ്കര എന്താ പറയുക, ഒരു ബേൺഡ് ഫേസ്, ഒരു ഭാഗത്ത് മുഖത്തിൻ്റെ ഒരു ഭാഗത്ത് ആസിഡ് ഒഴിച്ചിട്ട് അങ്ങനെ ആസിഡ് ആയിട്ട് വികൃതമായി കിടക്കുന്ന ഒരു മുഖമാണ്. ഹിസ് ഫാമിലി മെമ്പേഴ്സ് society, his friends constantly remind him of his insecurities, which creates a societal gap in his life. അവൻ്റെ കുടുംബവും അതുപോലെ തന്നെ അവൻ്റെ എന്താ പറയുക സൊസൈറ്റിയും എല്ലാം കൂടെ അവനെ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ഉണ്ടാക്കുകയാണ്, സൊസൈറ്റിയൽ ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ്. അവനും സൊസൈറ്റിയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയാണ്. ഈ കുട്ടി സ്വയം ഉൾവലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. He starts ignoring people and spend most of his time alone. അവൻ ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി, ഇഗ്നോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അവഗണിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ അവൻ മാക്സിമം സമയം ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. Then he comes across a retired army man known as Mr. Lamb, who has tinted leg. When Derry gets an opportunity to have a conversation with him, he realizes that it is okay to have flaws and insecurities, and that people should live a life of dignity with those flaws. ആളുകൾക്ക് ചിലപ്പോൾ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും അല്ലെ, ആ കുറവുകളും പോരായ്മകളുടെയും കൂടെ നമ്മൾ ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് ജീവിക്കണം എന്നൊരു പാഠം ഇവിടെ നമ്മുടെ ഡെറി എന്ന് പറയുന്ന കുട്ടി പഠിക്കുകയാണ്. ആടെ അല്ലാതെ പഠിക്കുന്നത് ഒരു റിട്ടയർഡ് ആർമി മാൻ ആയിട്ടുള്ള മിസ്റ്റർ ലാംബിൻ്റെ അടുത്ത് നിന്നാണ് അവൻ പഠിക്കുന്നത് കേട്ടോ. രണ്ട് ക്യാരക്ടേഴ്സിന്റെ പേരാണ് ഓർത്ത് വെക്കേണ്ടത്, ഡെറിയും ലാംബും. ഡെറി എൻറ്റേഴ്സ് ലാംബ്സ് ഗാർഡൻ തിങ്കിങ് ദാറ്റ് ഇറ്റ് ഇസ് എംപ്റ്റി. ഡെറി ഒരു ദിവസം മിസ്റ്റർ ലാംബിന്റെ തോട്ടത്തിലേക്ക് കയറിയാണ്, ആരും ഇല്ല എന്ന് വിചാരിച്ച് കയറിയതാണ്. When Mr. Lamb asked him to be mindful of the apples, he realizes that the garden is not empty. പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. ബാക്കൊന്നും അവിടെ കസേര ഇരുന്നിട്ട് ഒരാൾ പറയുന്നു ഗാർഡനിലേക്ക് കയറുന്നൊക്കെ കൊള്ളാം, ആപ്പിളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞപ്പോ ഞെട്ടിപ്പോയി. അവിടെ ഇയാൾ ഇരിക്കുന്നുണ്ട്. ഡെറി വാണ്ട്സ് ടു ടേക്ക് ലീവ്. ഡെറി അപ്പം തന്നെ ഇറങ്ങി പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബട്ട് മിസ്റ്റർ ലാംബ് ഡിനൈസ്, പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. It and says that he is open to everyone who wants to visit his garden. ഈ ഗാർഡനിലേക്ക് ആർക്കും എപ്പോഴും വേണമെങ്കിലും കയറി വരാമെന്ന് അയാൾ പറഞ്ഞു. The conversation continues and Derry talks about his insecurities, saying that he thinks people are afraid of him. അപ്പോൾ കുറെ സംസാരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ആളുകൾക്കൊക്കെ എന്നെ ഒരു പേടിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻസെക്യൂർ ഫീൽ ചെയ്യുന്നു. He continues and say that he thinks of his face might be the most terrible thing one see in their life. എനിക്ക് തോന്നുന്നു ആളുകൾ കാണുമ്പോൾ അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരെ ജീവിതത്തിൽ കണ്ട ഏറ്റവും ഭീകരമായ സാധനം എൻ്റെ മുഖമാണ്. ഓക്കെ, പിന്നെ ഞാൻ എന്തിനാണ് അവരുടെ മുമ്പിലേക്ക് പോകുന്നത്? മിസ്റ്റർ ലാംബ് ചേഞ്ചസ് ദ സബ്ജക്ട്. മിസ്റ്റർ ലാംബ് അപ്പോൾ സബ്ജക്ട് മാറ്റാണ്. എന്നിട്ട് പറയാം ആൻഡ് ടെൽസ് ഹിം ദാറ്റ് he makes delicious jelly out of the crab apples. He should visit him. ഓക്കെ, നീ ഇടക്കിടക്ക് ഇവിടെ വരണം, ഞാൻ ഇതാ ഈ ആപ്പിൾസ് കൊണ്ട്, ഈ ക്രാബ് ആപ്പിൾസ് കൊണ്ട് അടിപൊളി ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്, ജെല്ലീസ് ഉണ്ടാക്കുന്നുണ്ട്,
സോ അത് കഴിക്കാൻ നീ വരണം കേട്ടോ. ഡ്യൂറിങ് ദ കോൺവെർസേഷൻ മിസ്റ്റർ ലാംബ് ആസ്ക് ഡെറി വാട്ട് ഡസ് ഹി സീ അക്രോസ് ദ വാൾ. അപ്പൊ പിന്നെ കുട്ടി പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾ വെറുതെ വിഷയം മാറ്റാണ്, എല്ലാവരെയും പോലെ തന്നെയാണ് നിങ്ങളും. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ, ഡ്യൂറിങ് ദ കോൺവെർസേഷൻ മിസ്റ്റർ ലാംബ് ആസ്ക് ഡെറി വാട്ട് ഡസ് ഹി സീ അക്രോസ് ദ വാൾ. ആ മതിലിനപ്പുറത്ത് നീ എന്താണ് കാണുന്നത്? ടു വിച്ച് ഡെറി റിപ്ലൈസ് ദാറ്റ് ഹി സീ സം വീട്, ഞാൻ കുറച്ച് വീട് കളകളാണ് കാണുന്നത്. മിസ്റ്റർ ലാംബ് എക്സ്പ്ലെയിൻസ് ടു ഹിം ദാറ്റ് ഫോർ സം ദേ ആർ ജസ്റ്റ് വീഡ്സ്. ചില ആൾക്കാർക്ക് അത് പാഴ്ചെടികളാണ്, ആവശ്യമില്ലാത്ത ചെടികൾ, പാഴ്ചെടികൾ, അതാണ് വീടെന്ന് പറഞ്ഞാൽ. ഓക്കെ, വൈൽ ഫോർ സം ദേ ആർ ഫ്ലവേഴ്സ്. എന്നാൽ ചില ആളുകൾ അതിനെ കാണുന്നത് എന്താണെന്നറിയോ, ഫ്ലവേഴ്സ് ആയിട്ടാണ് കാണുന്നത്, പൂക്കളായിട്ടാണ്. ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് സച്ച് ലവ്ലി തിങ്സ്, വളരെ മനോഹരമായ കാഴ്ചകളായിട്ട്. ഡാഫഡിൽസ് എന്ന് പറഞ്ഞൊരു പോയമുണ്ട് അല്ലേ, നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് എഴുതിയ ഡാഫഡിൽസ് ആണ്. ഈ ഡാഫഡിൽസിനെ അദ്ദേഹം ഗോൾഡൻ ഡാഫഡിൽസ് എന്നൊക്കെ വിളിച്ചിട്ട് 2 കവിതകൾ ഡാഫഡിൽസിനെ പറ്റി മാത്രമേ എഴുതുന്നു. ലണ്ടനിലെ സീമി സൈഡ്സിൽ കാണുന്ന, ലേക്ക് സൈഡ്സിലൊക്കെ കാണുന്ന ഒരു ചെറിയ കുഞ്ഞു മഞ്ഞപ്പൂവാണ് ഈ പറയുന്ന ഡാഫഡിൽ എന്ന് പറയുന്നത്. ആരും അത്ര മൈൻഡ് ചെയ്യാത്തൊരു ചെറിയ പൂവാണ്. അതിനെ കണ്ടപ്പോൾ പോയറ്റിന് വല്ലാത്ത ഇഷ്ടം തോന്നി, ബിക്കോസ് പോയറ്റ് ലവ്സ് നേച്ചർ. മനസ്സിലായില്ലേ? അപ്പൊ ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവിലാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്റെ കണ്ണിൽ കാണുന്ന കാര്യത്തിനുള്ള സൗന്ദര്യം ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ കാണണമെന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞ് അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുകയാണ്. He wanted to teach Derry that beauty lies in the eyes of the beholder and that it depends on the way you see life. അപ്പൊ എനിക്കൊരു സാധനം കൗതുകമായി തോന്നുന്നുണ്ടെങ്കിൽ, എനിക്കൊരു സാധനം നല്ല മനോഹരമായി തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ആയതിന്റെ ഒരു ക്വാളിറ്റി കൂടിയാണത്. ഞാൻ ലൈഫിനെ എങ്ങനെ കാണുന്നു അതുകൂടെ അതിനെ ബാധിക്കുന്നു. മനസ്സിലായോ? ഞാൻ എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്, എല്ലാത്തിൻ്റെയും ഭംഗിയാണ് ഞാൻ കാണുന്നതെങ്കിൽ എനിക്കിതും ഭംഗിയായിട്ട് തോന്നും. മനസ്സിലായോ? എല്ലാത്തിലും കുറ്റവും കുറവും കാണുന്ന ആളാണ് ഞാനെങ്കിൽ എനിക്ക് അതിലും കുറ്റവും പറയാണ്ടാവും അല്ലെ. റോസ് ഫ്ലവർ കാണുന്ന സമയത്ത് അതിന്റെ മുള്ളുകൾ മാത്രം കാണുന്ന ആളുകളുണ്ട്, അതിന്റെ ഭംഗി മാത്രം കാണുന്ന ആളുകളുമുണ്ട്. ദെൻ മിസ്റ്റർ ലാംബ് ടെൽസ് ഹിം അബൌട്ട് ഹിസ് tin leg. എന്നിട്ട് അദ്ദേഹം പറയണം, എന്റെ കാല് നോക്ക്, വെപ്പ് കാലാണ്. ഓക്കെ, ആൻഡ് ഹൗ ഹി ഗോട്ട് ഹിസ് ലെഗ് ബ്ലോൺ ഓഫ്. എന്റെ യുദ്ധത്തിൽ എനിക്ക് സംഭവിച്ച കാര്യവും അദ്ദേഹം പറയാണ്. ഹി ആഡ്സ് ദാറ്റ് കിഡ്സ് കോൾ ഹിം ലേമി ലാംബ്. ആ കുട്ടികൾ എന്നെ വിളിക്കുന്നത് ലേമി ലാംബ് എന്നാണ് അല്ലെ, മുടന്ത എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ പറയുന്ന നമ്മുടെ ഫിലിമുകളിലൊക്കെ സോൾജേഴ്സിനെ ഒരു അപഹാസ്യരായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു കോമിക്കലായിട്ട് കാണിക്കാറുണ്ട്. റിട്ടയർഡ് സോൾജർ എപ്പോഴും ഒരു എന്താ പറയാ ചായക്കടയിൽ വന്നിരിക്കുകയും അയാളെ ആളുകൾ കളിയാക്കി അയാള് എന്താ പറയാ വെടി പറയാന്ന് പറയും, ഇല്ലാത്ത യുദ്ധങ്ങളെ കുറിച്ചൊക്കെ കഥ പറയുന്നതായിട്ട് സോൾജേഴ്സ് എന്ന് പറയുന്ന ഈ എന്താ പറയാ നമ്മുടെ രാജ്യത്തെ കാക്കുന്ന ഈ ഹീറോസിനെ കളിയാക്കി കൊണ്ട് ഡിപ്പിക്ട് ചെയ്യാറുണ്ട്. ഇതുപോലെ ഇദ്ദേഹത്തെയും ഡിപ്പിക്ട് ചെയ്യുന്ന ആളുകൾ കളിയാക്കിയിട്ട് കുട്ടികൾ എന്നെ ലേമി ലാംബ് എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് ദാറ്റ് ഡസ് നോട്ട് ട്രബിൾ ഹിം അറ്റ് ഓൾ. പക്ഷേ ദാറ്റ് ഡസന്റ് ട്രബിൾ ഹിം അറ്റ് ഓൾ. അതെനിക്കൊരു വിഷയമേ ഇല്ല, കുട്ടികൾ അങ്ങനെ പറഞ്ഞോട്ടെ. ആ ഒരു പാകപ്പെടലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മളെ കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മളെ കളിയാക്കുന്ന, നമ്മളെ കുറ്റം പറയുന്ന, നമ്മുടെ കുറവുകൾ മാത്രം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ആ ആളുകളെ അത് അവരുടെ പ്രശ്നമാണെന്നും നമ്മളെ അത് ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല, നമ്മുടെ എക്സാംസിനെ അത് ബാധിക്കാൻ പോകുന്നില്ല, എന്നെ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ അവളുടെ ഒരു നോ കൊണ്ട് സാധിക്കുകയില്ല എന്നത് ഞാൻ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡിപ്രഷൻ ഇല്ല. മനസ്സിലായോ? എന്നെ നിങ്ങൾക്ക് ഡിപ്രഷനിലാക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഒരു തെറി കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചീത്ത വാക്ക് കൊണ്ട് എനിക്കൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ ക്വാളിറ്റി ആണത്, നിങ്ങളുടെ ഹെറിഡിറ്ററി ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റി. എനിക്കൊന്നും പറയാനില്ല അത്. ഓക്കെ, ഞാൻ അങ്ങനെയല്ല ജനിച്ചു വളർന്നത്. ഇതാണ് നമുക്ക് ഉണ്ടാവേണ്ട മൈൻഡ് സെറ്റ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തില്ല, ഡിപ്രഷൻ ഇല്ല. നേരത്തെ ഒരാൾ ഡിപ്രഷനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. Derry shares an accident at the bus stop where a woman tells her friend, look at that terrible thing, while pointing at his face. ഒരു രണ്ട് സ്ത്രീകൾ സംസാരിക്കാണ് ബസ് സ്റ്റോപ്പിന്റെ അടുത്തുനിന്നും. അവർ പറയാണ് ഡെറിയുടെ മുഖത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നോക്ക് സാധനത്തെ നോക്ക്, ടെറിബിൾ തിങ്ങിനെ നോക്ക്. To this Mr. Lamb asked, does he also think the same way? മോനെ, നീയും അങ്ങനെയാണോ നിന്റെ മുഖത്തെ കാണുന്നത്? When Derry tells him that he does not like being near people because they would comment on his face or being afraid of him, Mr. Lamb tells him a story. അപ്പോൾ ഡെറി പറയാണ്, എനിക്ക് ആളുകളുടെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല, ആളുകളോട് സംസാരിക്കാൻ താല്പര്യമില്ല, കാരണം അവർ ഒന്നെങ്കിൽ എന്നെ പേടിക്കുന്നു അല്ലെങ്കിൽ എന്നെ കുറ്റം പറയുന്നു, കളിയാക്കുന്നു. ഓക്കെ, there was a man who locked himself in a room. അപ്പോൾ ലാംബ് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നിനക്കുള്ളതാണ് ഈ കഥ. എന്താണെന്നറിയോ കഥ? There was a man who locked himself in a room. ഒരു റൂമിനകത്ത് അയാൾ ഒറ്റയ്ക്ക്, ആരെയും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. He was afraid
യു സി നോക്ക് അയാൾ പേടിയായിരുന്നു അയാൾക്ക് ഓഫ് എവറിത്തിങ് എല്ലാത്തിനെയും പേടിയായിരുന്നു എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് എ ബസ് മൈറ്റ് റൺ ഹിം ഓവർ ഒരു ബസ് വന്ന് എന്നെ അടിച്ചാലോ അതുകൊണ്ട് റോട്ടിലൂടെ നടക്കുന്നില്ല or a man might breathe deadly germs to him കൊറോണ പിടിപെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല or a donkey might kick him to death ചിലപ്പോൾ അതിലൂടെ നടക്കുമ്പോൾ ഒരു കഴുത വന്നിട്ട് ചവിട്ടി ഞാൻ മരിച്ചു പോകുന്നു പേടിച്ചിട്ട് or lightning might strike him down ഇടിവെട്ടേറ്റ് ഞാൻ കിടന്നു പോകുന്നു പേടിച്ചിട്ട് or he might love a girl and the girl would leave him സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹിച്ചിട്ട് അല്ലെ കല്യാണം കഴിച്ചിട്ട് കല്യാണം ഡിവോഴ്സ് ആവുമെന്ന് പേടിച്ചിട്ട് കല്യാണം കഴിക്കാതിരിക്കുക and he might slip on a banana skin and fall on the people who saw him would laugh and the heads off okay ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പഴത്തോലി ചവിട്ടി ഞാൻ തല അടിച്ച് വീണ്ടത് ഇത് കണ്ട ആൾക്കാർ ചിരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ സ്കൂളിൽ പോകാതെ കിടന്നുറങ്ങുക ഓക്കെ സോ ഹി വെന്റ് ഇൻ ടു ദിസ് റൂം അതുകൊണ്ട് അയാൾ വീട്ടിനകത്ത് റൂം കയറി ആൻഡ് ലോക്ക് ദ റൂം and got into the bed and stayed there പുതപ്പൊക്കെ പൊതിച്ച് ശാന്തനായിട്ട് അവിടെ ഇരിക്കുകയാണ് കിടക്കുകയാണ് ഉറങ്ങാണ് then a picture fell off the wall on his head and killed him Jerry laughs a lot okay ഇവിടെ അയാളെ തലയിൽ ഒരു പിക്ചറും ഉണ്ട് അയാൾ മരിക്കുന്നത് ഓക്കെ അത് കേട്ടപ്പോൾ ഡെറി ഒരുപാട് ചിരിച്ചു കേട്ടോ the conversation continues a lot longer and Derry returns home promising Mr. Lamb that he will come back Mr. Lamb tells him that everyone says that but never come back അപ്പോൾ ഡെറി പറയാണ് എനിക്ക് വീട്ടിലൊന്ന് പോകണം അമ്മ എന്നെ എവിടെയാണെന്ന് തിരയുന്നുണ്ടാവും അമ്മയോട് ഒരു സമ്മതം ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇയാൾ പറയും എല്ലാവരും ഇങ്ങനെ തന്നെ പറയും പോവുക ആരും തിരിച്ചു വരാറില്ല എന്ന് അദ്ദേഹം പറയുന്നു ആസ് ഡെറി റിട്ടേൺസ് ഹോം വീട്ടിലെത്തിയപ്പോൾ he has an argument with his mother over a lamb അങ്ങനെ അമ്മ എന്താ പറയുന്നത് ഡെറി റിട്ടേൺസ് ഹോം as he has an argument with his mother over the lamb എന്ന് പറയുന്ന ആളുടെ മിസ്റ്റർ ലാമ്പിന്റെ അടുത്ത് നീ പോയോ എന്തിനാ അയാൾ അത്ര ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ തമ്മിൽ സംസാരം ഉണ്ടായി she stops him from meeting him and going there Derry argues and saying that he says things that matters to him things that no one has ever told him അയാൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ആവശ്യമുണ്ട് ഇതുവരെ ആളുകൾ സംസാരിക്കാത്ത കാര്യങ്ങളാണ് അയാൾ എനിക്ക് പറഞ്ഞു തരുന്നത് he likes being there എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമുണ്ട് and he wants to go back his mother tries to stop him but he says that if he does not return to Mr. Lamb he will never go anywhere in this world എന്നുവെച്ചാൽ അതിന്റെ ഫ്രീഡമാണ് അവിടെ ആരംഭിക്കുന്നത് കേട്ടോ ആ ഒരു യാത്രയിൽ അമ്മയോട് പോകുന്ന പറഞ്ഞിട്ട് അവൻ ഇറങ്ങി പോകുന്ന സമയത്ത് അവൻ ശരിക്കും ഫ്രീഡത്തിലേക്കാണ് പോകുന്നത് മിസ്റ്റർ ലാംബ് വാസ് അപ്പ് ഓൺ ഹിസ് ലാഡർ മിസ്റ്റർ ലാംബ് ഒരു ലാഡറിന്റെ മേലെ കയറിയിട്ട് ആപ്പിൾ ഉറക്കാൻ നിൽക്കുകയാണ് trying to grab the crab apples as he does so his leg slips കാലിന് വയ്യാത്ത ആളാണ് കാല് സ്ലിപ്പായി ആള് താഴെ വീണു and falls hard to the ground by the time Derry comes running to the garden and says look I told you I would come back ചാടി വീണിട്ട് അവൻ പറയാണ് കണ്ടോ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ ഞാൻ വന്നിട്ടുണ്ട് എന്ന് ഡെറി വിളിച്ചു പറയാണ് he sees Mr. Lamb lying on the ground is in dead silence അപ്പോഴാണ് അദ്ദേഹം കാണുന്നത് ഇയാള് നിലത്ത് വീണ് കിടക്കാണ് മരിച്ചു കിടക്കാണ് he walks up to him and assure him that he is there with him and weeps hard നോക്ക് ഒന്ന് എണീറ്റ് നോക്ക് ഞാൻ വന്നിട്ടുണ്ടോ അല്ലേ എനിക്ക് ഇത്രയും നേരം ഇൻസ്പിറേഷൻ തന്ന ആളല്ലേ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആളല്ലേ ജീവിതത്തിൽ ആദ്യമായിട്ട് നല്ലത് എന്നോട് പറഞ്ഞ ആളല്ലേ നിങ്ങൾ ഒന്ന് നോക്ക് ഞാൻ വന്നിട്ടുണ്ട് കണ്ണ് തുറന്ന് നോക്ക് എന്ന് പറഞ്ഞ് അവനവിടെ തേങ്ങലോട് കരയുകയാണ് ചെയ്യുന്നത് ഓക്കെ ഒരു ട്രാജിക്കൽ എൻഡാണ് സ്റ്റോറിയുടെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടർ സ്കെച്ചസ് ആണ് ഓക്കെ ഡെറിയുടെ ക്യാരക്ടർ സ്കെച്ച് വേഗം നോക്കാം എന്താണ് ഡെറി ഇസ് എ ലിറ്റിൽ ബോയ് who has his own insecurities ഡെറി ഒരു ചെറിയ കുട്ടിയാണ് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരു കുട്ടിയാണ് he is under confident തീരെ കോൺഫിഡൻസ് ഇല്ല ഓക്കെ Sir Lamb and Derry's mom's conversation question one more okay then what Sir Lamb and Dennis okay next ക്യാരക്ടർ സ്കെച്ചസ് അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന എന്താ പറയാ ഈ പോയിന്റ്സ് ഒക്കെ പറഞ്ഞില്ലേ ഈ പോയിന്റ്സ് ഒക്കെ പറയുന്നത് നമുക്ക് ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ത് ചോദ്യം വന്നാലും നമുക്ക് ആ ഒരു ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ നോക്കാം
Okay. Next, he is lonely, withdrawn, and likes to stay away from the people. He is pessimistic and does not have a positive approach towards the life. He is a thoughtful and good kid who listens to Lamb, spends time with him, and analyzes that he has not been living a good life by creating a societal gap in life. Next, Lambine kurichana. Lambine kurichu questions just ഒരു awareness ഉണ്ടാക്കാൻ വേണ്ടിയാണ്. He is an optimistic man who cares about people and wants to bring a change in the lives of people. Despite his thin legs, he talks to everyone with a smiling face and is always open to talk. He keeps the curtains of his house open to represent that he is open to everyone who wants to have a conversation. He is empathetic, positive, and kind. He teaches Derry that his flaws are beautiful and worth celebrating. The scars on his face should not be the reason for him being lonely in his life. He should be talking to people, living a socially rich life, and start looking at life with the positive attitude. Okay. Next, അതിനകത്ത് ചോദിച്ചൊരു ചോദ്യം നോക്കാം. നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചാണ്, what does the play on the face of it suggest about the importance of empathy in overcoming prejudice and stereotypes? The play highlights the damaging effect of prejudice and stereotypes on both the victims of the perpetrator means crime ചെയ്യുന്ന ആള്. However, it also suggests that empathy and understanding can overcome these barriers. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് ആളുകൾ നമ്മളെ എന്താ പറയാ prejudice ഉണ്ടാവും, അതുപോലെ തന്നെ stereotypes ആയിരിക്കും ആളുകൾ. ഇതിന്റെ ഒക്കെ victims ആവുന്ന ആളുകൾ, ഇപ്പൊ എന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ ഒക്കെ ആളുകൾ ഓക്കെ, ആ ആളുകൾക്ക് ശരിക്കും അവരുടെ ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിട്ടും ഡള്ളിങ് ആയിട്ടും ഒക്കെ തോന്നാം. അതിനെ നമ്മൾ ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാണ്? എംപതിയിലൂടെയാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ത്രൂ ദ ഡെവലപ്മെന്റ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the two characters, Derry and Mr. Lamb, we see how their initial assumptions about each other are changed and ultimately broken down. Okay, then ആദ്യം അവര് കാണുന്ന സമയത്ത് രണ്ടുപേർക്കും പരസ്പരം ഉണ്ടായിരുന്ന ധാരണകളൊക്കെ സംസാരിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? മാറി വരുന്നുണ്ട് അല്ലെ? This underscores the importance of empathy in recognizing and overcoming prejudices, as it allows individual to see beyond surface level difference and connect deeper level. ആളുകൾക്ക് നിറത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ സൗന്ദര്യത്തിനപ്പുറത്തേക്ക് നമ്മളെ ഈ പറയുന്ന ഈ ബാരിയേഴ്സിനപ്പുറത്തേക്ക് ആളുകളെ കൂടുതൽ മനസ്സിലാക്കുവാനും ആസ് എ ഹ്യൂമൻ ബീയിങ് ആളുകളെ മനസ്സിലാക്കാനും നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. ഓക്കെ, ഈ പറയുന്ന ഓക്കെ താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണ് നമ്മൾ. മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ്, ദ കട്ടിംഗ് ഓഫ് മൈ ലോങ് ഹെയർ, അതുപോലെ തന്നെ വി ടു ആർ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെമ്മറീസ് ഓഫ് എ ചൈൽഡ്ഹുഡ്. നമുക്ക് നേരെ ആദ്യം ദ കട്ടിംഗ് ഓഫ് മൈ ലോങ് ഹെയർ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരാം. The cutting of my long hair is a story that showcases the discrimination faced by the Indians in the Western world. Western world ൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് കാണാൻ പറ്റും. എന്തെങ്കിലും മൂവീസിലൊക്കെ ഒരുപാട് സ്റ്റോറീസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഈവൻ നമ്മുടെ ഷാറുഖ് ഖാൻ വരെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, US എയർപോർട്ടിൽ നിന്നും ഇങ്ങനെ ഒരു വല്ലാത്ത പ്രയാസം ഉണ്ടായിട്ടുണ്ട്. APJ അബ്ദുൽ കലാമിന് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പേര് കൊണ്ട് അല്ലെങ്കിൽ നിറം കൊണ്ടൊക്കെ ഇന്ത്യൻ അംബാസിഡേഴ്സിനൊക്കെ അവിടെ IAS ഓഫീസേഴ്സിന് വരെ എന്ത് ചെയ്യാറുണ്ട്? US ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അത് ഈ പറയുന്ന അവരുടെ ഉള്ളിലുള്ള ഈ പറയുന്ന എന്താണ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് അവരുടെ ഉള്ളിൽ ഫിക്സ് ആയി പോയിട്ടുള്ള ഈ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് അതിൻ്റെ ഒരു കാരണം. ദ സ്റ്റോറി അല്ലെങ്കിൽ അവരുടെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഞങ്ങളുടെ കൾച്ചറാണ് ഏറ്റവും വലുത്, ഞങ്ങളെ പോലെ ആവണം എല്ലാവരും എന്നൊരു തോന്നലാണ്. ദ സ്റ്റോറി ഡിസ്ക്രൈബ്സ് ഹൗ an Indian girl was forced to wear western dresses and cut her hair
by her school authorities in order to make her look like an American student. അവരുടെ സ്കൂൾ അതോറിറ്റീസ് ഈ കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യാണ്, അവരുടെ സ്കൂളിന്റെ കൾച്ചറിലേക്ക് അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇന്ത്യക്കാരിയായ പെൺകുട്ടിയെ അവളുടെ കസ്റ്റംസ് എന്താണെന്നോ അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ഒന്നും ശ്രദ്ധിക്കാതെ അവരുടെ കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹെയർ കട്ട് ചെയ്യുന്നതാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. തീം ഓഫ് ദ ലെസൺ. The narrative, the cutting of my long hair, illustrates the prejudice that Native American Indians experience in the West at the hands of the English. It highlights the evil of racial discrimination. It highlights the evil of racial discrimination. അറിയാലോ, വർണ്ണ വിവേചനം. The school officials made the writer wear Western clothing and cut her hair. The anguish of the girl who was a part of the minority group at the hands of the powerful management. Powerful managementന്റെ കയ്യിൽ കിട്ടിയ ഒരു ചെറിയൊരു മൈനോറിറ്റി വിഭാഗത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു നമ്മുടെ ഇന്ത്യക്കാരിയായിട്ടുള്ള പെൺകുട്ടി. Her community believed that cowards got their hair cuts. അവളുടെ കമ്മ്യൂണിറ്റിക്കാർ വിചാരിക്കുന്ന എന്താണെന്ന് വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഭീരുക്കളാണ് മുടി മുറിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിലോ ഷി ഒപ്പോസ് ടു ഗെറ്റിംഗ് ഹെർ ലോങ് ഹെയർ കട്ട് ബട്ട് മൈറ്റി ടുക്ക് ഓവർ. അവൾ ഒരുപാട് ഒപ്പോസ് ചെയ്ത് നോക്കി, ഒരുപാട് ഒളിച്ചൊക്കെ ഇരുന്ന് നോക്കി, പക്ഷേ അവർ കരുത്ത് കാണിച്ചു. The story begins with Sitkala's first day in the boarding school of Karsley's Indian School. It is a school opened for native Indians where they are trained to leave behind their own culture and become a part of the American culture. ഈ സ്കൂൾ, ഇന്ത്യൻ സ്കൂളിൽ, അവിടെ ആ സ്കൂളിലെ അതോറിറ്റീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമേരിക്കൻ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാനും ഇന്ത്യൻ കൾച്ചറിനെ അവരുടെ തനതായ കൾച്ചറിനെ ഒഴിവാക്കിയിട്ട് അമേരിക്കൻ കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യാനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. Sitkala describes that she really felt bad when a shawl is taken off her shoulders by the school authorities before entering into the dining hall. ഡൈനിങ് ഹാളിലേക്ക് കയറുന്നതിന് മുമ്പേ ഷോൾ എടുക്കണമെന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് ഒരു ഫീലിംഗ്, ഇൻസൾട്ടിംഗ് ആയിട്ട് അവൾക്ക് തോന്നുകയാണ്, ഭയങ്കര ഫീലിംഗ് ബാഡ് ആയിട്ട് അവൾക്ക് തോന്നുകയാണ്. ഓക്കെ, അവൾക്ക് അങ്ങനെ ശീലമില്ല ഷോൾഡറൊന്നും ഷോൾ എടുക്കുന്നത്. She also wonders about how the other Indian girls agreed to wear tight clothes which were immodest according to her. അവളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ടൈറ്റ് ഗാർമെന്റ്സ് ധരിച്ചിട്ട് എന്തിനാണ് ഈ പെൺകുട്ടികൾ നടക്കുന്നത്, ഇന്ത്യൻ ഗേൾസ് നടക്കുന്നത് എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. As their whole body shape could be seen. Even their hair was cut shorter, which according to the author was not good. ഓതറെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതല്ല, മുടി മുറിക്കുന്ന അത്ര നല്ലതല്ല എന്നാണ് അവളുടെ വിശ്വാസം. സോ എന്തിനാണ് ഈ പെൺകുട്ടികൾ ബ്ലൈൻഡ് ആയിട്ട് ഈ വെസ്റ്റേണേഴ്സിനെ ഫോളോ ചെയ്യുന്നത്? Her mother had told her only cowards or the mourners hair should be shaved off. ഒന്നെങ്കിൽ വിലപിക്കുന്ന ആളുകളാണെങ്കിൽ, ഒരു മരണമോ മറ്റോ നടന്നിട്ട് വിലപിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കവാർഡ്സ് ആണ് മുടി മുറിക്കുക എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. Later on, Sitkala and other girls were taken to the dining hall where she was keenly noticed by a pale-faced woman for not following the table manners. ടേബിൾ മാനേഴ്സ് ഫോളോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ത്രീ അവരെ തന്നെ ഇങ്ങനെ എവിടെ നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, Judwin, another Indian girl, tells her that the pale-faced woman has decided to cut her hair. Sitkala revolts back as she does not want to look like a coward or a mourner. She hides herself under the bed in some upstairs. ഏതോ ഒരു മുറിക്കകത്ത് കയറിയിട്ട് അവള് ഒളിച്ചിരിക്കുകയാണ്. Everyone starts searching for her and finally she is caught. അവസാനം അവളെ കിട്ടി. She is tied up and her hair is cut down. അവളെ പിടിച്ചു കെട്ടിയിട്ട് മുടി മുറിക്കുന്നു. She felt so depressed and humiliated with this. She is reminded of her mother who would have comforted her during this hard time. At the end, she submits her to her harder like a tamed animal. At the end, അവസാനം അവൾ പറയുന്നത്, അവൾ സബ്മിറ്റ് ചെയ്യാണ്, അവളെ തന്നെ സമർപ്പിക്കുകയാണ്. എങ്ങനെ? her to her herders എന്ന് പറഞ്ഞാൽ ഈ ഹേർഡ് എന്ന് പറഞ്ഞാൽ കന്നുകാലികളുടെ ഷീപ്പിന്റെ കൂട്ടത്തെയാണ് ആ ഹേർഡ് എന്ന് പറയാ. ഓക്കെ, ആ ഹെർഡർ എന്ന് പറഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യുന്ന ആള്, ഷെപ്പേർഡ് ആക്കാം. ഓക്കെ, അപ്പൊ ആ ഷെപ്പേർഡിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മൃഗത്തെ പോലെ അവൾ ജീവിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് വി ടു ആർ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ഓക്കെ, the second part of the summary of the chapter Memories of Childhood is we too are human beings is an autobiographical excerpt of Kadiko written by the author pen name Bama എന്ന പെൻ നെയിം ഉള്ള ഓതറിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ ആയുള്ള സ്റ്റോറിയാണ് എന്താ ഈ പറയുന്ന വി ടു ആർ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇൻ ദിസ് സമ്മറി ഓഫ് മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് Bama, a Tamil Dalit narrates her experience in the 3rd standard. 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അവൾക്കുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ ഓതർ പറയുന്നത്. ഷി വാസ് നോട്ട് അവെയർ ഓഫ് ദ ഈവിൾ ഓഫ് അൺടച്ചബിലിറ്റി. അന്ന് അവൾക്ക് ഈ
അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഈവലിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. ബട്ട് ഷീ ഹാഡ് എക്സ്പീരിയൻസ്ഡ് ഹ്യൂമിലിയേഷൻ ആൻഡ് എംബ്രേസ്മെന്റ് ഇൻ ഹർ സറൗണ്ടിങ്സ്. പക്ഷെ അവൾ ഒരുപാട് ഈ പറയുന്ന ഹ്യൂമിലിയേഷൻസും എംബ്രേസ്മെന്റ് ഒക്കെ അവളുടെ സറൗണ്ടിങ്ങിൽ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ബാമ ഡിസ്ക്രൈബ്സ് ഹർ ഡേ while returning from the school. ഒരു ദിവസം സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു സമയം അവൾ ആലോചിക്കുകയാണ്. The distance from school to the home could be traveled in 10 minutes. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ വെറും 10 മിനിറ്റ് മതി. പക്ഷേ however it took her half an hour to reach the home. അരമണിക്കൂർ എടുക്കും വീട്ടിലേക്ക് എത്താൻ. എന്താ കാരണം? She loitered to watch unending attractions like temple, puppet show, monkeys, snake charmers showing snakes, stunt performances, Pongal celebrations and various snacks and salary stalls. Salary stalls എന്ന് പറഞ്ഞാൽ ഈ സ്പൈസി ആയിട്ടുള്ള സാൾട്ടി ആയിട്ടുള്ള ഫുഡ് ഒന്നുമില്ല, ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ആര് വരിക? നമ്മുടെ ഈ പറയുന്ന 3ാം ക്ലാസ്സുകാരി സ്കൂൾ വീട്ടിലേക്ക് വരിക. അരമണിക്കൂർ എടുക്കും അവൾ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ കണ്ടുവരുന്ന സമയത്ത് some of the other were always going on which attracted her attention. If nothing was available, these sites were available. She stopped to watch the chopping of onion and the coffee clubs, almonds falling by wind, then vegetables and fruit stalls. ഇത് ഈ കാഴ്ചകൾ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ എന്നായിട്ടുണ്ടാവും. ഇനി ഒന്നുമില്ലെങ്കിൽ അവൾ ഇങ്ങനെ ഓണിയൻസ് കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ കാപ്പിക്കുരുകൾ അവരെടുക്കുന്നതും അതുപോലെ ആൽമണ്ട് ഫോളോ ചെയ്യുന്നതും അതുപോലെ വെജിറ്റബിൾ ഫ്രൂട്ട് സ്റ്റാൾസ് ഒക്കെ അവൾ നോക്കിയിട്ട് അങ്ങനെ കാഴ്ചകൾ കണ്ടുവരും. One fine day, she saw a threshing floor installed near a street. മെതിക്കളം, നെല്ല് മെതിക്കൂലേ, നെല്ലും പതിരും വേറെയാക്കുന്ന സ്ഥലമില്ലേ, അതാണ് മെതിക്കളം എന്ന് പറയുന്നത്. ആ മെതിക്കളത്തിൽ മുമ്പിൽ അവൾ ഇങ്ങനെ ഒരു കാഴ്ച കാണാണ്. എന്താ കാണുന്നത്? ദ ലാൻഡ് ലോഡ് ജന്മി സാറ്റ് ടു വാച്ച് ദ എക്സിക്യൂഷൻ. ഇയാൾ ജന്മി അപ്പുറത്ത് നിന്നിട്ട് ഈ പരിപാടി കാണുന്നുണ്ട്. ഏത്? ഈ ജോലി ചെയ്യുന്ന ആളുകളെ കാണുന്നുണ്ട്. An elder person who was carrying a small packet came to the street. He was holding a packet by the string without touching it. അയാളുടെ കയ്യിൽ ഒരു പൊതിയുണ്ട്, വടയാണത്, അതിനകത്തൊരു ഭക്ഷണമാണ് വട. ഈ വടയുമായിട്ട് അയാൾ വരുന്നത്, അതിങ്ങനെ ഒരു സ്ട്രിങ്ങിനകത്ത് ഇങ്ങനെ ഭക്ഷണം തൊടാത്ത രീതിയിൽ അയാൾ ഇങ്ങനെ വിട്ടുപിടിച്ചിട്ട് കൊടുക്കുന്നു. He bowed and extended the packet to the landlord. വളരെ വിനീതമായിട്ട് വളരെ ദയനീയമായിട്ട് അയാൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ഒരു അടിമയെ പോലെയാണ് അയാൾ അത് കൊടുക്കുന്നത്. Bama was surprised and amused to see all this event. ഇതൊക്കെ കണ്ടിട്ട് ബാമ ആകെ അത്ഭുതപ്പെട്ടു. However, she went home and narrated the story to her elder brother Annan. അണ്ണനോട് കാര്യം വീട്ടിലെത്തിയിട്ട് പറഞ്ഞു. Annan explained to Bama that it is not funny. മോളെ, ഇത് തമാശല്ല, ഇത് സീരിയസ് ആണ്. How the older man held the packets. ആ ഓൾഡർ മാൻ ആ പാക്കറ്റ് ഹെൽഡ് ചെയ്തല്ലേ, സീരിയസ് ആണ് കാര്യം. Anna explained that the man was from a low caste. ആ പാവ മനുഷ്യൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ്. He could not touch the food as the landlord believed that they were from a high caste and would get polluted if they touched him. ഈ പറയുന്ന ജാതി പ്രശ്നമാണത് അല്ലെ, ഈ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഈ പുലയന്റെ കയ്യിൽ നിന്നും ഇയാളെങ്ങാനും ഈ അയാളെ തൊട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം തൊട്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ പൊല്യൂട്ടഡ് ആവുമെന്നാണ് ഈ ഉയർന്ന ജാതിക്കാരന്റെ വിശ്വാസം. As soon as Bama understood the event, she felt disgusted and sad. ഇത് അറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. She wondered why poor people showered respect before such cruel people. എന്തിനാണ് ഈ പാവങ്ങൾ ഇങ്ങനെ വല്ലാതെ ബഹുമാനിക്കുന്നത് ഈ വലിയ ആളുകളെ, ഈ ക്രൂരന്മാരെ. And the rich forget that all are human beings. പണക്കാരെന്തിനാണ് മറന്നു പോകുന്നത്? ഏത്? ഈ പറയുന്ന എല്ലാവരും മനുഷ്യന്മാർ തന്നെയല്ലേ, എല്ലാവരും ദൈവം സൃഷ്ടിച്ചിട്ടുള്ള രക്തമുള്ള അതുപോലെ തന്നെ മജ്ജയും മാംസവുമുള്ള മനുഷ്യന്മാർ തന്നെയല്ലേ എന്നൊരു തോട്ട് എന്താണ് എല്ലാവർക്കും വരാത്തത് എന്ന് ഇവള് ആലോചിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രദറിന്റെ ഒരു ഇൻസ്പിറേഷൻ ആണ്. ബ്രദർ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അവളെ. ബ്രദർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് വേണ്ടത്, അല്ലെ, എഡ്യൂക്കേഷനിലൂടെയാണ് നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. ആർക്ക്? നമ്മുടെ അണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ഓദറിന്, ബാമയ്ക്ക്. ഓക്കെ, ലേറ്റർ ഇൻ ലൈഫ് അവൾ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷനിലൂടെയാണ് അവൾ അത് മനസ്സിലാക്കുന്നത്. Common threads about the memories of childhood. While Sidkala and Bama hail from vastly different culture background, there are striking parallels in the themes that emerge from their childhood narratives. Both authors grapple with the clash between tradition and external influences, whether it be the imposition of Western education on Native Americans' children or the deep-seated caste prejudices in Bama's Tamil Nadu.
Cultural identity and assimilation. Sidkala and Bama both grapple with the challenge of pursuing their cultural identities amidst external pressures to assimilate. Sidkala's struggle is rooted in the effort to maintain her Native American heritage, while Bama confronts that pervasive caste discrimination that seek to erase the Dalit identity. Resistance and resilience. Resilience is the capacity to withstand. Resist. The narratives are infused with a spirit of resistance and resilience. Sidkala refusal to fully conform on the expectation of a boarding school and Bama's determination to challenge the oppressive caste system showcase the strength of human spirit in face of adversity. Adversity സമയത്ത് നമുക്ക് എന്താ പറയുക അതിനോട് പ്രതിരോധിക്കാനുള്ള റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പവർ ശരിക്കും നമുക്ക് കിട്ടുന്ന എവിടുന്നൂടെ തന്നെ എഡ്യൂക്കേഷനിലൂടെ തന്നെയാണ്. നല്ല ബോൺ ആൻഡ് ബ്രോട്ടപ്പിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ആ ബോൺ ആൻഡ് ബ്രോട്ടപ്പിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് പറയുന്നത്. ഓക്കെ, ഇനി യെസ്, ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A grown-up Sidkala reflects on the incident about cutting off her long hair and is conflicted that she did not do enough to resist and surrendered easily. She also wonders if she could have tried something else to prevent the incident. As the grown-up Sidkala created diary entry expressing these thoughts and conclude by absolving yourselves on any blame. കഴിഞ്ഞ വർഷം ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലായിരുന്നോ ഡയറി എൻട്രി തന്നെ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് വന്നത്. ചോയ്സ് ആയിരുന്നു. ഓക്കെ, ഡയറി വരുമ്പോൾ 2 ഡയറി വരും, ചോയ്സ് വരും. സോ യു മേ ബിഗിൻ ലൈക്ക് ദിസ്. I find myself reflecting on the event that happened many years ago എന്ന് പറഞ്ഞിട്ട് തുടക്കം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ്? I find myself reflecting on an event that happened many years ago. കുറേ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഒരു സംഗതി ഞാൻ ഓർക്കാണ്. വലുതായതിനു ശേഷമാട്ടോ അത് എഴുതുന്നത്. ഇനി on that has continued to haunt me ever since. അത് ഇന്ന് തന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. It is the incident where my hair was forcefully cut off the Carlisle Indian School. As I sit here today, I cannot help but feel conflicted about my action that day. On one hand, I am proud that I stood up for myself and refused to submit to their demands at first. I remember the fire in my belly as I declared that I would struggle before giving in. However, as time passed, my spirit wavered and eventually I allowed them to cut my hair. Looking back now, I cannot help but feel that I gave it too easily. അത്ര എളുപ്പത്തിൽ ഞാൻ സമ്മതിക്കരുതായിരുന്നു. That I did not enough to resist. As I ponder over what I could have done differently, I realized that there might have been other options. Perhaps I could have sought help from my fellow students. Maybe I could have tried to escape or find another way out of the situation. But in that moment, I was so overwhelmed and confused that I could not think straight. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. I know that I have blamed myself for this incident for far too long. But today I choose to absolve myself of any blame. As a young girl, I forced into strange place. I was not given the chance to make my own choices, to decide what was best for me. I was a victim of the system that sought to strip away my identity and forced me to assimilate. Today, I chose to forgive myself and honor the brave little girl who stood up for herself that day. I am grateful for her courage, strength, and I will continue to honor her in my memory by fighting for justice and equality for all. Next question. How can we say that Vadai packet incident reveals that the writer lacked the cognitive and emotional maturity required to understand the implications of untouchability. Untouchability മനസ്സിലാക്കാനുള്ള ഏജോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക മെച്യൂരിറ്റി അന്ന് ഇല്ലായിരുന്നു ഓദറിന് അല്ലേ.
At the time of the incident, the writer was only in the 3rd grade, 3ാം ക്ലാസ്സിലാണ് ആള്, which means that she was likely around 8 years old. Child at the age are still developing their cognitive and emotional abilities. It is not uncommon for them to lack full understanding of complex social issues like untouchability. Complex ആയിട്ടുള്ള ഈ social untouchability പോലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ വിവേകമോ ഒന്നും ആവാനുള്ള പ്രായം കുട്ടിക്കായിട്ടില്ല. The writers shared that she had not till then heard people speak openly of untouchability, suggests that she may not have had a complete grasp of the issue societal implications. It is possible that she understood that certain individuals were treated differently from others, but she may not have fully comprehended the scope of the problem. Okay, അത്രയാണ് ആ ഒരു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തു നിന്നുള്ളത്. ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കഴിഞ്ഞ തവണ ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ഈ ഒരു ഏരിയ, ഒരു ക്വസ്റ്റ്യൻ 2023-24 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ അതിനകത്ത് നിന്നും ഓപ്റ്റ് ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തത്. സോ അതാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതിൽ നിന്നും വന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുകയും ചെയ്തു. ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. സോ നമ്മൾ എന്താ പറയുക, ക്ലാസ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗവുമായിട്ട് നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റുമായിട്ടും അതുപോലെ തന്നെ അതിലെ കംപ്ലീറ്റ് പ്രോസും പോയട്രിയുമായിട്ടും റൈറ്റിംഗ് സെഷനുമായിട്ടും ഞങ്ങൾ 3 പേരും ഉണ്ടാവും. ആരൊക്കെ? നിങ്ങളുടെ JD സാർ ഉണ്ടാവും, അതുപോലെ തന്നെ അൻവറ മാം ഉണ്ടാവും, ഞാനും ഉണ്ടാവും. നാളെ 5 മണിക്കാണ് നമ്മുടെ ലൈവ് ഉള്ളത്. സോ ലൈവിന് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തുക. നമുക്ക് കുറച്ചുകൂടെ അധികം ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങളെ കുറേ ഡൗട്ട്സ് ഉണ്ട് അല്ലേ, ഞാൻ കുറേ കാണുന്നുണ്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.